ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, ഗാസയിൽ വെടിനിർത്തലുണ്ടാവും. ഇസ്രയേൽ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? അന്ത്യകാല സംഭവം വായിക്കാം. ഗാസ ഇസ്രയേൽ 4, സെക്കരിയ പ്രവചനം 9:5-6. ബൈബിൾ എടുത്ത് നോട്ട് ചെയ്തോ അമ്മ, ഇതെല്ലാം കേട്ടോ. സെക്കരിയ പ്രവചനം 9:5-6. ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഗാസ ഇസ്രയേൽ വായിക്കാം. അസ്കലോൻ അതുകൊണ്ട് ഭയപ്പെടും. ഇന്ന് വരെ 48 മെയ് 14 ശേഷം സ്വാതന്ത്ര്യമായ യഹൂദൻ ലോക രാജ്യങ്ങളെ വെല്ലുവിളിച്ചോണ്ടിരുന്ന അച്ചായ, അവൻ ഭയപ്പെടും. നിന്റെ ഭീതിയുടെ ദിവസങ്ങൾ വരും. ഇസ്രയേൽ ഭയപ്പെടുന്ന ദിനമായി. അടുത്ത വാക്ക്, ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അതാ നിങ്ങൾ കണ്ടത്. കുഞ്ഞുങ്ങളെല്ലാം ഗാസയിൽ നിന്ന് ഓടിപ്പോകുന്നു. എന്താ? ഇസ്രയേലിന്റെ വിമാനങ്ങൾ തൂത്തുപറക്കി ഗാസയ്ക്കകത്ത് ബോംബിടുന്ന ഒരു കാലമുണ്ടായി. അതാ കുഞ്ഞുങ്ങൾ ജീവനും കൊണ്ട് ഓടിപ്പോയി. കണ്ണിൽ ചോരയില്ലാതെ ഇസ്രയേൽ പട്ടാളം തൂത്തുപറക്കി കൊന്നുകളഞ്ഞു. ഏറ്റവും വിറയ്ക്കും ഗാസയും എക്രോനും. രാവും പകലും ബങ്കർ ബ്ലസ്റ്റർ, തുരങ്കങ്ങൾ വരെ തുറന്നു കളഞ്ഞു. ഇതെല്ലാം അന്ത്യകാല സംഭവം. അടുത്ത വാക്ക്, അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അറബ് ലീഗിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചു പോകും. അതാ ഹമാസിനും ലീഡേഴ്സ് ഇല്ല. അല്ലെന്നുണ്ട് ഇപ്പൊ ഇറാന്റെ വിഷയത്തിൽ ഇറങ്ങിയാണ്. ആൾറെഡി ടോട്ടൽ അവർ ബ്രോക്ക് ഔട്ട് ചെയ്തു, വാഷ് ചെയ്തു. അതിന് അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. മോള് ഒരു വാക്യം ഞാൻ പറയപ്പെടുത്തണം. സെക്കരിയ 14:12 എടുക്കണം. ആ വാക്യം എല്ലാവരും മനസ്സിലാക്കണം. അന്ന് അറബ് ലീഗ് മുഴുവൻ പലപ്പോഴും ഇസ്രയേലിനെതിരെ തിരിഞ്ഞു. അതിന്റെ മെയിൻ നേതാവായിരുന്നു തുർക്കിയിലെ തോയ്ബ് എർദോഗൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രയേലിലെ ഭൂതലത്തിൽ നിന്ന് നീക്കിക്കളയണം. അവൻ വളരെ ചടുലമായിട്ട് കാര്യങ്ങൾ ചെയ്തേ. അന്ന് ഇസ്രയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദര സമാധാനത്തോടെ ഇരുന്നാൽ നല്ലതാ. എന്നിട്ട് GCSEയുടെ യോഗ സൗദി അറേബ്യയിലെ റിയാദിൽ കൂടി അവർ പറഞ്ഞ് ഇസ്രയേലിനെതിരെ നടപടിയെടുക്കണം. ഇസ്രയേലിന്റെ മധ്യത്തിൽ ടെല്ലവീവിൽ 3 കമ്പനിയുള്ള, 1 IBM, 2 ഇന്റൽ, 3 മൈക്രോസോഫ്റ്റ്. അവരുടെ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ പറക്കുന്ന ഇത്യാദും എമിറേറ്റ്സും ഇൻഡിഗോയും. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ ഒറ്റ വിമാനവും ഗൾഫ് രാജ്യത്ത് നിന്ന് ചലിക്കത്തില്ല. സോഫ്റ്റ്വെയർ മുഴുവൻ ഇസ്രയേലിൻ്റെ. അങ്ങനെയെങ്കിൽ അവർ മിണ്ടാതിരുന്നു. എന്തുകൊണ്ട് ഇസ്രയേലിനെതിരെ രാജ്യങ്ങൾ വരുന്നില്ല? പക്ഷേ ഇത് വരുന്ന ഒരു ദിനമുണ്ട്. അതിനാസ്പദമായി എല്ലാവരും കേൾക്കണം. ഇതാ നിലമ്പൂരുകാർ കേൾക്കേണ്ടത്. ബെഞ്ചമിൻ തന്നെ ആ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളോട് കൂടുതൽ സംസാരിച്ചാൽ ഞങ്ങൾ പോയാൽ ഒരു രാജ്യം. എല്ലാവരും കേൾക്കണം. എന്താ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത? ഞങ്ങൾ വരും 1 കോടിയേ ഉള്ളൂ, 6 ഡിസ്ട്രിക്റ്റ്. പക്ഷേ ലോകം പോയാൽ 850 കോടി. അതിൻ്റെ പേര് സാംസൺ ആക്ഷൻ. എല്ലാവരോടും പറഞ്ഞുതരാം. ഇന്ന് രാത്രി എന്താ സംഭവം എന്നറിയാമോ? ഇസ്രയേലിന് എത്ര 600-ൽ പരം ഫൈറ്ററുണ്ട്. 300 ഫൈറ്റർമാർ പുറത്തെടുത്തിട്ടുള്ളൂ. ഭൂമിയുടെ അണ്ടർഗ്രൗണ്ട് ഡിമോണായിൽ കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ കോവിഡ് എന്താ? ഇസ്രയേലിൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, വൈറ്റ് ഫോസ്ഫറസ്. എല്ലാ പെന്തിക്കോസുകാരും കേട്ടോണോ. ഇന്ന് അവനെ ഈ മറുതലിക്കുന്ന കാര്യം ഇതാ. 1998 ഇസ്രയേൽ ആദ്യമായിട്ട് ഒരു സാധനം കണ്ടുപിടിച്ച്, എത്തനിക് ബോംബ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ? ബാളിനകത്ത് അപ്പൂപ്പൻ താടി പറക്കുന്ന പോലെ വൈറസ് ആദ്യമായിട്ട് വികസിച്ചതാ. ആരാ? ഇസ്രായേൽ. അത് കണ്ടിട്ടായി ചൈന പരിപാടി തുടങ്ങിയത്. 2010 ചൈനയുടെ 3 പട്ടണങ്ങൾ, ഷാങ്ഹായ്, ബീജിംഗ്, പീക്കിംഗ്, അതിനോട് ചേർന്നതാ പിന്നെ വുഹാൻ ഇൻഡസ്ട്രിയൽ സിറ്റി. അന്നാ ലാബ് തുടങ്ങിയത്. അത് പല്ലിന്നും പാറ്റയിന്നും പൂച്ചയിന്നും വന്നതല്ല, ആർട്ടിഫിഷ്യൽ വൈറസാ ഈ കോവിഡ്. അത് 2019 വരാൻ കാര്യമുണ്ട്. ഒരു പെൺകുട്ടി, നിങ്ങൾ ഈ നിലമ്പൂരിൽ ആശുപത്രി പോകുമ്പോൾ നിങ്ങളുടെ ബ്ലഡ് എടുക്കുക, RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാം എടുക്കുക. സിറിഞ്ചിനകത്ത് കൂടുതൽ ബ്ലഡ് എടുക്കും. ഡയറക്റ്റ് അവർ ഹീറ്റ് ചെയ്യത്തില്ല. ഇവിടെ ലാബും നേഴ്സസിനും അറിയാം. അവർ 2 പ്രാവശ്യം ഇങ്ങനെ ബ്ലഡ് എന്തോ 2 ടെസ്റ്റ് ട്യൂബിനകത്ത് എടുത്തിട്ട് കുലുക്കും, എന്തെങ്കിലും കറക്റ്റ് കൗണ്ട് കിട്ടൂ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇറാൻ ഇവിടെ ചൈനയുടെ ലാബിനകത്ത് ഇത് കറക്കുമ്പോൾ അതിനകത്ത് പെൺകുട്ടിയുടെ കോട്ടിനകത്ത് കയറിയ വൈറസാ കോവിഡ് വൈറസ്. വൈകിട്ട് അവൾ നിലമ്പൂർ മാർക്കറ്റിൽ വന്നതുപോലെ എന്താ ഇറച്ചി മേടിക്കാൻ മാർക്കറ്റിൽ വന്നപ്പോൾ അവിടുന്ന് ചാടിയതാ കോവിഡ് വൈറസ്. അതിൻ്റെ പേരാ മ്യൂട്ടേഷൻ. പാമ്പിൽ നിന്നും പല്ലിൽ നിന്നും വന്നതല്ല. നായയുടെ പുറത്ത് ചെള്ളുണ്ട്, അതുപോലെ പലതിൻ്റെ പുറത്തുണ്ട്. അതിനൊന്നും ഒരു മ്യൂട്ടേഷൻ വന്നില്ല. ഇത് ഇസ്രയേലിനെ നോക്കി പഠിച്ചതായമാർ. അത് 1998 എത്തനിക് ബോംബ്. ബാക്കി ഇവിടെ ഗൾഫുകാർ അനവധി പേരുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. 2008 വീണ്ടും ഇസ്രയേൽ ഒരു കാര്യം ചെയ്തു. എന്താന്ന് പറഞ്ഞാൽ അടിക്കുന്ന സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് മനുഷ്യൻ മരിക്കും. അതിൻ്റെ പേരാ ബ്ലഡ് ക്ലോട്ടിങ്. നിങ്ങൾക്ക് കേൾക്കാനൊരു കഥ പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദുബായിലോ ഷാർജയിലോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, പലസ്തീനിൽ നിന്നൊരു പ്രമുഖ ബസ്സായി അവൻ പലരെയും കൊന്നിട്ട് ആരും അറിയാതെ വന്ന് ഗൾഫിൽ ബിസിനസ് തുടങ്ങി. നല്ല ബിസിനസ്സായിരുന്നു. താമസിച്ചിരുന്നത് ദുബായ് റൊത്താന ഹോട്ടൽ. എല്ലാവരും കേട്ടാട്ട്. ഇസ്രയേലിൻ്റെ മൊസാദ് വിടുന്നവരല്ല. 4 ചെറുപ്പക്കാർ മൊസാദുകാർ നേരെ ന്യൂയോർക്കിൽ പോയി അമേരിക്കൻ പാസ്പോർട്ട് എടുത്തു. അവർ നേരെ ദുബായിൽ വന്നിറങ്ങി. ഇവൻ റൊത്താന ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതേ ഹോട്ടലിൻ്റെ ഫ്ലോറിനകത്ത് 2 പേർ റൂം എടുത്തു. വന്നത് ബുധനാഴ്ചയാണ്. വന്നവർ റൂമെല്ലാം എടുത്തു.
വ്യാഴാഴ്ച ഇവൻ്റെ ചലനം നോക്കി ലിഫ്റ്റിനകത്ത് ഇറങ്ങി വരുന്നു. വ്യാഴാഴ്ച ഇവൻ പോയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇവർ നോക്കിയപ്പോൾ വെള്ളിയാഴ്ച ഈ ചെറുപ്പക്കാരൻ പുറത്തു പോകുമെന്നറിയാം. വെള്ളിയാഴ്ച 4 മണിക്ക് അവർ പുറത്തു പോകാൻ തുടങ്ങിയപ്പോൾ 6 മണിക്ക് അവർ ഓൺലൈൻ വഴി ടിക്കറ്റ് കൺഫേം ആക്കി നേരെ ന്യൂയോർക്കിലേക്ക്, എമിറേറ്റ്സിലേക്ക്. ബാക്കി കൂടെ കേൾക്കണം. റൊത്താന ഹോട്ടലിൽ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായ് ചോദിച്ചാൽ മതി. യവന്മാർ 2 പേരൊരു കാര്യം ചെയ്തു. ഒരേ ലിഫ്റ്റിൽ കയറി ഈ പലസ്തീൻ്റെ ചെറുപ്പക്കാരൻ്റെ കോട്ടിനകത്ത് ഒരു സ്പ്രേ അടിച്ചു. അവൻ ചോദിച്ചു എന്താ സ്പ്രേ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ അടുത്തവനും സ്പ്രേ അടിച്ചു. താഴെ ഇറങ്ങിയിട്ട് ഈ ചെറുപ്പക്കാരൻ വിചാരിച്ചു, ഈ മൊസാദിൻ്റെ ആൾക്കാർ പറഞ്ഞു ദാറ്റ് ഈസ് എ പെർഫ്യൂം മൈൻഡ്, നിനക്കൊരു പെർഫ്യൂം അടിച്ചാന്ന്. യവന്മാർ 6 മണിയുടെ വിമാനത്തിൽ കയറിപ്പോയി. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ദുബായ് റോഡരികിൽ, വഴിയരികിൽ മരിച്ച നിലയിൽ. മനസ്സിലാകുന്നവർക്കായി ദുബായ്ക്കാർ ആദ്യം വിചാരിച്ച് ഹാർട്ട് അറ്റാക്കാന്ന്. ദുബായ് പോലീസിൻ്റെ നേതാവാണ് കൽഫാം അൽ തമീം. അദ്ദേഹത്തിന് പിടികിട്ടിയത് ഹാർട്ട് അറ്റാക്ക് അല്ല. ഉടനെ ദുബായിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ അവൻ്റെ ബ്ലഡ് ക്ലോട്ടായി. ഉടനെ ദുബായ് ഇന്റർപോൾ നോക്കിയപ്പോൾ 2 റൂമിനകത്തുള്ള ആൾക്കാരെ കാണാനില്ല. അവർ സ്ഥലം വിട്ട് കഴിഞ്ഞു ന്യൂയോർക്കിലേക്ക്. അത്രയും വലിയ ടെക്നോളജിയാണ് ഇസ്രായേലിൻ്റെ ഉള്ളത്. നിങ്ങൾക്ക് സന്തോഷമില്ല? ഞാൻ ഷാജി പാഷു, അത് കഴിഞ്ഞ് ജോൺസൺ പാഷു, ജസ്റ്റിൻ പാഷൂട് നിലമ്പൂരോ ഗൂഡല്ലൂരോ പോയപ്പോൾ യഹൂദനെ കണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദൻ പറഞ്ഞ് ഇച്ചിരി സ്പ്രേ തരാമെന്ന്. ഞങ്ങൾ വിചാരിച്ച് നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ്. സന്തോഷമില്ലല്ലോ. 2 കയ്യിലും അടിച്ചു. 4 മണിക്കൂർ കഴിഞ്ഞ് അമ്മമ്മ ശവപ്പെട്ടി മേടിച്ചുകൊണ്ടാൽ മതി. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുകൊണ്ട് കണ്ട പെർഫ്യൂമൊന്നും അടിക്കാൻ പോകരുത്. സ്വോത്രം. അടുത്തതൂടെ കേൾക്കണം, ബാക്കിയൂടെ കേൾക്കണം. ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ ഒരു ഫോസ്ഫറസ് ഉണ്ട്. അതിൻ്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. അതാ അവൻ്റെ രാസായുധം. അത് കുടഞ്ഞാൽ ലോകം തീരും. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. ഇന്ന് രാത്രി ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നു. എന്താ സാംസൺ ആക്ഷൻ? നിങ്ങൾക്ക് പറഞ്ഞു തരാം. പണ്ട് ഇസ്രയേലിനകത്ത് ദാൻ ഗോത്രത്തിനകത്ത് ഒരുവനുണ്ടായിരുന്നു, മനോഹ. മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരുവനെ കിട്ടി. അവൻ്റെ പേരാ ശിംശോൻ. മനസ്സിലാകുന്നവർക്കായി. ഇപ്പം കരമുയരുന്നില്ലല്ലോ. അവൻ നാസിറിയനായിരുന്നു. അവൻ്റെ മുടി വെട്ടാൻ സമ്മതിക്കത്തില്ല. അവൻ്റെ കൈക്കകത്ത് ഭയങ്കര അഭിഷേകമുണ്ടായിരുന്നു. എന്താ പ്രത്യേകത? അവൻ ഒന്നാമത്തെ കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? നല്ല നിർണായകമായി അവനെ തകർക്കാൻ വന്ന സിംഹത്തെ അവൻ കീറിക്കളഞ്ഞു. ആരോടും പറഞ്ഞില്ല. രണ്ടാമതായി ശിംശോൻ ചെയ്തത് എന്താ? കുറുക്കൻ്റെ വാലെ കൂട്ടിക്കെട്ടിയിട്ട് പന്തം കൊളുത്തിയിട്ട് നേരെ ഫെലിസ്തീയരുടെ വയലോട്ട് വിട്ടു. മനസ്സിലാകുന്നവർക്കായി. അതെല്ലാം കത്തിപ്പോയി. മൂന്നാമത്തെ കാര്യം, പച്ചക്കഴുതയുടെ താടിയെല്ലാം ഉണ്ട്. 1000 അവൻ കൊന്നു. മനസ്സിലാകുന്നവർക്കായി. അപ്പം ഇവർക്ക് പിടികിട്ടി അവൻ്റെ അഭിഷേകം എവിടെ, അവൻ്റെ ശക്തി എവിടെ? ഏത് ചണനൂല് കിട്ടിയാലും കാര്യം വിട്. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ എന്താ ചെയ്തതെന്നറിയാമോ? ഭാര്യയെ വിട്ടിട്ട് നല്ലൊരു പെങ്കൊച്ചിൻ്റെ കൂടെ പ്രൈസലോട് കൊടുക്കാൻ പോയി. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ഇരിക്കണ്ട ദലീല. ആവശ്യമില്ലാതെ പെങ്കൊച്ചിൻ്റെ മടിയിലെങ്ങാനും കൊണ്ട് തലവെച്ചാൽ നിൻ്റെ കൃപയും പോവും, ജീവിതവും പോവും. കര ഉയരുന്നില്ലല്ലോ, ചെറുപ്പക്കാരും മിണ്ടുന്നില്ല. സ്വോത്രം. അപ്പോൾ ഫെലിസ്തീയർ എന്താ പറഞ്ഞതെന്നറിയാമോ? എവളോട് പറഞ്ഞ് നിനക്ക് പൊൻവെള്ളി പണം തരാം. അവൾ പറഞ്ഞ് ഞാൻ ഏറ്റവൻ്റെ ശക്തി എവിടെ നിന്ന്? രഹസ്യമായിട്ട് നമ്മുടെ നിലമ്പൂർ ഭാഷ ചേട്ടാ ശക്തി എവിടെ നിന്ന് ചോദിച്ചപ്പോൾ പാവപ്പെട്ടവൻ്റെ വല്ല കൊക്കക്കോള ജ്യൂസോ കണ്ടു കൊടുത്തു. സ്വോത്രം. അവൻ പറഞ്ഞ് എൻ്റെ മുടിയിലാന്ന്. മനസ്സിലാകുന്നവർക്കായി. രാത്രിയിൽ കിടന്നുറങ്ങിയപ്പം ശിംശോൻ്റെ മുഴുവൻ കട്ട് ചെയ്തു. അവൻ്റെ ശക്തി പോയവനെ എന്ത് ചെയ്തെന്നറിയാമോ? ഫെലിസ്തീയർ കൂട്ടത്തോടെ പിടിച്ച് എന്താ അവൻ്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു ഗാസയിൽ. മനസ്സിലാകുന്നവർക്ക് ഇതെല്ലാം വായിക്കണം അച്ചായ. ഗാസയിൽ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ദാഗോന്റെ ക്ഷേത്രത്തിൽ ഉത്സവം വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവരെന്തോ ഇത് ശിംശോനെ കൊണ്ടുവന്ന് തൂണുകളിനകത്ത് കെട്ടി ക്ഷേത്രത്തിനകത്ത് കുളിപ്പിച്ചു. ഫെലിസ്തീയരെല്ലാം കൂടെ കൈ അടിച്ച് ആരാധിക്കാൻ തുടങ്ങി. ശിംശോനാകെ വിഷമമായി. മടക്കി കൊണ്ടുവന്ന് തൂണിനകത്ത് ബന്ധിച്ചപ്പോൾ 1000 അവൻ്റെ മുൻപിൽ ആർപ്പെടുന്ന കണ്ണ് പൊട്ടിച്ചവൻ്റെ മുൻപിൽ നിന്ന് ശിംശോൻ ദൈവത്തോടൊന്ന് നിലവിളിക്കാൻ തുടങ്ങി. കരമുയരുന്നില്ലല്ലോ. സ്വർഗമേ, എൻ്റെ ശക്തി പോയി. പക്ഷേ എന്നെ ഇങ്ങനെ അപമാനിക്കുക. നഷ്ടപ്പെട്ട ശക്തി ഒരിക്കൽ കൂടെ എനിക്ക് മടക്കി തരണം. കരമുയരുന്നില്ലല്ലോ അച്ചായ. ശിംശോന്റെ മേൽ ആ നഷ്ടപ്പെട്ട ശക്തി മടങ്ങി വന്നു. എന്താ സംഭവിച്ചത്? ദാഗോന്റെ ക്ഷേത്രത്തിന്റെ തൂണുകൾ കുലുങ്ങുവാൻ തുടങ്ങി. അവൻ ഒരാൾ പോയി. ഫെലിസ്തീയർ 3000. കരമുയർത്തുന്നവർക്ക് ഇതിന്റെ പേരാ സാംസൺ ആക്ഷൻ. മനസ്സിലാകുന്നവർക്കായി. യൂട്യൂബ് നോക്കണ്ട. അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, കൂടുതൽ കളിച്ചാൽ ഞങ്ങളുടെ 600 വിമാനമെടുത്ത് ലോകരാജ്യങ്ങളിൽ പോയി ഈ പൊടി കുടയും, ലോകം അവസാനിക്കും. ഇന്ന് രാത്രി ആ പൊടി കുടയുമോ എൻ്റെ കാന്തൻ വരുമോ? ആ പൊടി കുടയുന്നതിന് പെട്ട ഒരു സംഭവം നടക്കും. അതിനായി കൺവെൻഷൻ. അമ്മാമ ആ പൊടി എപ്പോ കുടയും? സെക്കരിയ പ്രവചനം 14:12. മനുഷ്യന് ന്യൂറൽ ഇൻഫെക്ഷൻ വരാൻ പോകുന്നു. ശവം അഴുകണ്ട, മനുഷ്യന്റെ ദേഹം അഴുകും. വായിക്കാം സെക്കരിയ പ്രവചനം 14:12. ഇതിന്റെ പേരാ സാംസൺ ആക്ഷൻ. വായിക്കാം. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത ഇപ്പൊ ആ പൊടിയൊന്നും കുടയത്തില്ല. സെക്കരിയ 14
14:12 യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അടുത്ത വാക്ക്, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. പാസ്റ്റർമാരെല്ലാം കേട്ടാട്ടെ, മാംസം ചീഞ്ഞഴുകണമെങ്കിൽ മാത്യു പാസ്റ്റർ ശവം കൊണ്ട് അടക്കണം. മനസ്സിലാകുന്നവർക്ക് അല്ലാതെ ചീഞ്ഞടിയത്തില്ല. അല്ല, ഇതിന് വൈറ്റ് ഫോസ്ഫർ അടിച്ചാൽ അമ്മാമ ന്യൂറൽ ഇൻഫെക്ഷൻ, പെട്ടെന്ന് നെർവസ് സിസ്റ്റം ഫെയിലുവർ, നട്ടല് കുനിയും, ശരീരം പഴുക്കാൻ തുടങ്ങും. ആ സാധനമാ ഇസ്രയേലിന്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് ഫോസ്ഫറസ്. രണ്ടാമത്തെ കാര്യം, അത് കുടഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് ചൂടാ, കുഞ്ഞുങ്ങളുടെ കണ്ണ് പോകും. മനസ്സിലാകുന്നവർക്കായി വായിച്ചു. അടുത്തത്, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. പ്ലെയിനകത്ത് നിന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അന്തരീക്ഷത്തിൽ സന്തോഷമില്ലല്ലോ. പശ്ചിമേഷ്യയിലെ ഇന്ന് ഇറാനും നമ്മുടെ വോളിബോൾ നടത്തിക്കൊണ്ടിരിക്കുക. UAE അല്ല, ഇന്റർസെപ്റ്റർ വഴി ആകാശത്തെ അടിച്ചുകൊണ്ടിരിക്കുക ഡ്രോണിന്. ആ അടിക്കുന്നതിൻ്റെ ചൂടാണ് ഇന്ന് ഇവിടെ ഇറങ്ങുന്നത്, അല്ലാതെ വലിയ ചൂടൊന്നുമല്ല. അത് മേഘത്തിനകത്ത് അബ്സോർബ് ചെയ്ത ഇത് ചൂട്. അതുകൊണ്ടാ ജോസഫ് പാസ്റ്ററെ ഒരു പ്രാവശ്യം കുളിച്ചാൽ സന്തോഷമില്ല. മനസ്സിലാകുന്നവർക്കായി ഇതൊരു കൃത്രിമ ചൂട്. ആകാശത്തിനകത്ത് അനവധി ഡ്രോണുകളും മിസൈലും പശ്ചിമേഷ്യ പൊട്ടി. അതിൻ്റെ സൈഡ് എഫക്റ്റായി ഇന്നിവിടുത്തെ ഏറ്റവും വലിയ അഴലുന്ന ചൂട്. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വൈറ്റ് ഫോസ്ഫറസ് കുടഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൊണ്ട് മനുഷ്യൻ്റെ കണ്ണ് തടത്തിൽ തന്നെ ഉരുകിപ്പോകുന്ന കാഴ്ച. അത് കഴിഞ്ഞ് വൈറ്റ് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത, ദാറ്റ് മീൻസ് ടങ് ഇൻഫെക്ഷൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മെഡിസിൻ നേഴ്സസ് എഴുതാം. അങ്ങനെയെങ്കിൽ അവരുടെ നാവ് വായിച്ചാട്ട് മോളെ, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. മനസ്സിലാകുന്നവർക്കായി വായിൽ തന്നെ ചീഞ്ഞഴുകി പോകുന്നു. നാവ് പഴുത്തു പൊടിച്ചു പോകുന്നു. കൂടല്ലൂരിനപ്പുറം നീലഗിരി, അതുപോലെ ബോസ്പാറ, അവിടെ നല്ല മാങ്ങയുണ്ട്. സന്തോഷമില്ലല്ലോ. വൈകിട്ട് പോകുമ്പോൾ തമിഴ്നാട്ടുകാർ മാങ്ങയെ സ്പ്രേ അടിക്കും, ഞങ്ങൾ നിവിയ അടിക്കുന്ന പോലെ. മനസ്സിലാകുന്നവർക്കായി പിറ്റേന്ന് രാവിലെ വഴിക്കടവ്, എടക്കരയും അവിടെ പിന്നെ നിലമ്പൂരും നല്ല മാങ്ങ. അൽഫോൻസ കോട്ടൂക്കോണം, സന്തോഷമില്ലല്ലോ, നല്ല മാങ്ങ. സ്വത്രം തമിഴ സ്പ്രേ അടിക്കുന്നത്. അതുപോലെ അച്ചായ ഇത് കുടഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞമ്മാമ ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണി പാടുന്ന നാവങ്ങ് പോകുന്നു. ടങ് ഇൻഫെക്ഷൻ, അതിൻ്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. അതുകൊണ്ടാണ് ഇസ്രയേൽ പറയുന്നത്, ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങളുടെ കയ്യിൽ വൈറ്റ് ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി വീട്ടിൽ കുന്ന നിലമ്പൂരി ചോദിക്കും, എന്തുകൊണ്ടാണ് അത് കുടയാത്തത്, ആ സാംസൺ ആക്ഷൻ നടക്കാത്തത്? അത് നടക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടണം. കരമുയരുന്നില്ലല്ലോ. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത് കുടയുന്നതിന് മുമ്പ് എൻ്റെ കാന്തൻ മടങ്ങി വരും. അതുകൊണ്ടായി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആരും എതിർക്കാത്തത്. നമ്പർ 1, ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഗാസ ആൻഡ് ഇസ്രായേൽ. ദ സെക്കൻഡ് വൺ, ലബനോനെ ഇസ്രായേൽ ആക്രമിക്കും. സെക്രിയ പ്രവചനം 11:1-2, ഓൺഗോയിങ് പാനിക് സിറ്റുവേഷൻ, റൈസിംഗ് ലയൺ. വായിക്കാം. ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന്, നിന്റെ ലെബനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കുക. അതാ ലെബനോനിലെ എല്ലാ പട്ടണങ്ങളും, ബെയ്റൂട്ടിന്റെ തെക്കൻ ബെയ്റൂട്ട് മുഴുവൻ കത്തിച്ചു കളയും. അടുത്ത വാക്ക്, ദേവദാരു വീണു മഹത്തുക്കൾ നശിച്ചും ഇരിക്കാൻ സരളവൃക്ഷമേ ഓളിയിടുക. ലെബനോനിലെ കുഞ്ഞുങ്ങൾ ജീവനോട് ഓടിപ്പോന്ന കാഴ്ചയായി പറയുന്നത്. അടുത്തത്, ദുർഗമവനം ബാശാനിലെ കരുവേലങ്ങളെ ഓളിയിടുവീൻ. 20 കിലോമീറ്റർ ഇസ്രായേൽ പിടിച്ചടക്കി 6 പാലവും കൂടെ കയ്യിലാക്കി. കുഞ്ഞുങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. എന്താ ദേവദാരു? പണ്ട് എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഒരു മലയാളി പയ്യൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയില്ലെന്ന്. ഞാൻ പറഞ്ഞു, മോനെ അത് കേരളത്തിലല്ല, ലെബനോനിലെ ദേവദാരു. നല്ല വൃക്ഷങ്ങൾ മുഴുവൻ സരള വൃക്ഷങ്ങൾ. നല്ലൊരു ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു ലെബനോ. തെക്കൻ ബെയ്റൂട്ടിൻ്റെ 20 കിലോമീറ്റർ ഇസ്രായേൽ പിടിച്ചടക്കി. അവിടെ ഉള്ളവർ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. ട്രംപ് പറഞ്ഞ് നെതന്യാഹുവിനോട്, ഇത് അവറാച്ചാൻ്റെ ഭൂമിയാണ്. സന്തോഷമില്ലല്ലോ. സുൽത്താൻ ബത്തേരി പോയ അച്ചാൻ 20 കിലോമീറ്റർ പിടിച്ചോല്ലോ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്രം. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്. നമ്പർ 1 ഗാസ, നമ്പർ 2 ലബനോ, നമ്പർ 3 വരുന്നു സിറിയ, യമൻ, ഇറാൻ. ഇത്രയും പേരെ അവൻ അടിക്കും. വായിക്കുന്നു യെശയ്യാ പ്രവചനം 17:1-2. സീരിയസ് ആയിട്ട് കഴിഞ്ഞ വർഷം നടന്ന സംഭവമായി പ്രസംഗിക്കുന്നത്. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിക്കാം മക്കളെ. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. അതാണല്ലോ തന്നേക്കുന്നത്. ദമേശിനെ കുറിച്ചുള്ള പ്രവചനം. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ്, ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവചനം. ഇതാ ദമേശക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമാകാതിരിക്കാൻ തക്കവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അതാ ഇന്ന് സിറിയ മിണ്ടുന്നില്ല. കഴിഞ്ഞ ആക്രമണത്തിനകത്ത് സിറിയ അവൻ തകർത്ത് കളഞ്ഞു. അടുത്തതാ ടെഹ്റാൻ,
യമൻ കടൽ തീരങ്ങൾ. വായിച്ചിട്ട് മോളെ അടുത്ത അത് വാക്ക്. ശൂന്യ കൂമ്പാരമായി തീരും. സിറിയ ശൂന്യ കൂമ്പാരമായി തീരും. അടുത്ത വാക്ക്. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കും. അരോവറ കടൽ തീരത്ത് കിടക്കുന്ന ടെഹ്റാൻ, അതിനോട് ചേർന്ന് കിടക്കുന്ന ഇപ്പുറത്തെ ഇക്കര കിടക്കുന്ന യമൻ, ഇത്രയും പേരെ ഇസ്രയേൽ അടിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ. അതാ പറഞ്ഞ റൈസിംഗ് ലയൺ വി ആർ അറ്റ് വാർ. നമ്പർ 1 ഗാസ, നമ്പർ 2 ലെബനോൻ, നമ്പർ 3 സിറിയ, നമ്പർ 4 ഇറാൻ, നമ്പർ 5 യമൻ, നമ്പർ 6 നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഖത്തറിലിരുന്ന് അവന്റെ മണ്ടയ്ക്ക് അടിച്ച് മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ സീരീസ് ആയിട്ട് അടി കൊടുത്തു. ഈ സമയത്തൊരു സംഭവം നടന്നു. എല്ലാ പെന്തിക്കോസുകാരും ശ്രദ്ധിക്കണം. വരുന്നു 3-ാം ലോകമഹായുദ്ധത്തിന്റെ ധ്വനി. അതിനോടനുബന്ധിച്ച് ആന്റി ക്രൈസ്റ്റ് അവനടുക്ക വാതുക്കൽ. അതിനാസ്പദമായി ഒരു സംഭവം നടന്നു. സിറിയയിലെ രാജാവ് പ്രവാസത്തിലേക്ക് പോയി. എന്തിനു വേണ്ടി? ആന്റി ക്രൈസ്റ്റ് സിറിയയിൽ നിന്ന് വരുവാൻ വേണ്ടി. വായിക്കുന്നു ആമോസിന്റെ പ്രവചനം 1:15. എടുത്താട്ടച്ചായ ആന്റി ക്രൈസ്റ്റ് ആരാ, എവിടുന്ന് വരുമെന്നെല്ലാം ബൈബിളിനകത്ത് വായിക്കാം. ആന്റി ക്രൈസ്റ്റ് ആമോസ് 1:15 വായിച്ച് സഹായിച്ചാട്ടെ. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി, സിറിയയിലെ ബാഷർ പ്രവാസത്തിലേക്ക് പോയി. ഇന്ന് സിറിയയിൽ രാജാവില്ല. അങ്ങനെയെങ്കിൽ സിറിയയിൽ നിന്ന് ആന്റി ക്രൈസ്റ്റ് വരണം. അപ്പൊ ആര് വരും? ആന്റി ക്രൈസ്റ്റ് വരുമോ? യേശു വരുമോ? ചിലർ പറയുന്ന ആന്റി ക്രൈസ്റ്റ് ആരാ? മോഡി സാറാന്ന് പറയുന്നു. ചിലർ പറയുന്ന അമേരിക്കയിലെ ബരാക് ഒബാമയാന്ന്. ചില അച്ഛന്മാർ പറയുന്നു ആന്റി ക്രൈസ്റ്റ് മാർപ്പാപ്പയാന്ന്. ഇവരാരുമല്ല ആന്റി ക്രൈസ്റ്റ്. ആദ്യം ആര് വരും? നിലമ്പൂരിൽ ഭയങ്കര ബൈബിൾ വീക്ഷണമുള്ളവരും ബൈബിൾ പ്രവാചകന്മാരും ഉള്ള ഒരു സ്ഥലം. അവരോടും കേൾക്കാൻ പറയുന്നു. അപ്പൻ മക്കളെ വിളിച്ച് അനുഗ്രഹിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഉൽപ്പത്തി 49:10 മാർപ്പാപ്പ വരും, മോഡി സാർ വരും, പിണറായി വരും എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോലകൂതയിൽ നിന്നും രാജദണ്ഡവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങത്തില്ല. നിലമ്പൂരുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് അവന്റെ അമ്മായിയപ്പനുമല്ല ആദ്യം ഇവിടെ വരുന്നത്. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. യഹൂദ ഗോത്രത്തിലെ സിംഹമായി. അടുത്തത് ദാൻ ഗോത്രം. അതുകൊണ്ട് മോഡി സാറോ മാർപ്പാപ്പയൊന്നും അല്ല ആന്റി ക്രൈസ്റ്റ്. വഴിയൊരുക്കുന്നു. ഉൽപ്പത്തി 49:17 ദാൻ വഴിയിൽ ഒരു പാമ്പ്, പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അതുകൊണ്ട് ഇന്നത്തെ സിറിയ എന്ന് രാജാവ് നീങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് 1-ാമത്തെ പ്രവചനം നടക്കുന്നു. എന്താ 1-ാമത്തെ പ്രവചനത്തിന്റെ പ്രത്യേകത? ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞു. സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധയോടെ വചനം കേൾക്കണം. സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. അതിനാസ്പദമായിട്ട് അമ്മയുടെ പേര് എല്ലാവരും കേട്ടാട്ടെ. അമ്മയുടെ പേര് പാസ്പോർട്ട് വേണം. അപ്പനാരായാലും കുഴപ്പമില്ല. ഈ ദിവസങ്ങളിൽ എല്ലാവരും സമാധാനത്തോടെ കേൾക്കണം. എറണാകുളത്ത് തോപ്പുംപടിക്കകത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷനകത്ത് ഞാൻ പോയി. യോഗം കഴിഞ്ഞതിന് ശേഷം ഒരു സാറിൻ്റെ വീട്ടിൽ നല്ല ഭക്ഷണം, ചപ്പാത്തിയും ചൂണ്ടയിട്ട മീനും. അപ്പം എൻ്റെ മാത്യു പാസ്റ്റർ ഇത്രയും നല്ല ടേസ്റ്റുള്ള മീൻ ചത്താലും വേണ്ടിയല്ല, ഞാൻ ചപ്പാത്തി കഴിച്ചില്ല, നല്ല ചൂണ്ടയിട്ട മീൻ കഴിച്ചു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ച് ഇവിടുത്തെ യഹൂദന്മാരെല്ലാം പോയെന്ന്. പുള്ളി പറഞ്ഞു ബാവുച്ചേട്ടൻ മാത്രമേ ഉള്ളെന്നെല്ലാം പോയെന്ന്. സന്തോഷമില്ലല്ലോ. ഞാൻ ചോദിച്ചു നല്ല ചൂണ്ട മീനൊക്കെ ഇല്ലയോ കഴിക്കാം. ഞാൻ ചോദിച്ചു സാറേ ഇവിടെ വീട് വല്ലാൻ വിൽക്കാറുണ്ടെന്ന്. IPCയിലെ സാറിൻ്റെ എന്നെ വിടുവോ? ഉടനെ ചോദിച്ചു പാസ്റ്ററെ കാശുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഷാജി പാസ്റ്ററെ പ്രസംഗിച്ച നോട്ടെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ വാടകയ്ക്കായി യവന്മാർ വീട് കൊടുക്കത്തില്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു സാറേ യവന്മാരെങ്ങനെ കരവും മൊബൈൽ ആ ബില്ലും ഒക്കെ അടയ്ക്കുന്നത്? അതല്ലേ പാസ്റ്റർ പറയുന്ന ബേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ് കീ കൂക്കു. സന്തോഷമില്ലല്ലോ. അവന്മാർ അവിടെ നിന്ന് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. അങ്കമാലി, ചാലക്കുടി, കൊരട്ടി കേട്ടാട്ടെ. ഈ മാളയെന്ന് കേട്ട കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ട്? നമ്മുടെ കരുണാകരൻജി മത്സരിച്ചതാ. മാള മലയാളമല്ല, ബായിലാക വാണ്ടറിംഗ് യൂസ്. ഇനി കൊച്ചി മട്ടാഞ്ചേരി ഒരാൾ മാത്രം. ഇന്ന് രാത്രി ലൈവ് പൊക്കോണ്ടിരിക്കുക. ബ്ലെസ്സിംഗ് ലൈവ് കേട്ടോണം. ഇസ്രയേലിൻ്റെ എയർപോർട്ടുണ്ട്. ആ എയർപോർട്ടിൻ്റെ പേരെന്താണെന്നറിയാമോ? ഡേവിഡ് ബെൻഗൂറിയോൺ എയർപോർട്ട്. അവിടെ ഇതുപോലൊരു പന്തൽ ശരിയാക്കിയിട്ടുണ്ട്. ആ പന്തലിൻ്റെ പേരാ റോഷ് ഹോശന്ന. അവസാനമായി യഹൂദൻ മടങ്ങി വരാൻ പോകുന്നു. 3-ാമത്തെ കാര്യം ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ടെ. ഏറ്റവും നിർണായകം ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേരാ ഏലാ താഴ്വര. മൊബൈൽ അടിച്ചാൽ മതി. അതിന് ഇസ്രയേൽ വിളിക്കുന്ന എലാത്ത് വാലി. ആയിരക്കണക്കിന് വീടുകൾ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. 4 ഷാജി പാസ് ഇവിടെ കൺവെൻഷന്റെ ഫ്ലക്സ് ചന്തക്കുന്നിലും നിലമ്പൂരും വെച്ച ഒരു സംഭവം നടന്നു. വെസ്റ്റ് ബാങ്കിൽ 6000 വീടിന് ബെഞ്ചമിൻ നെതന്യാഹു തറക്കല്ലിട്ടു. സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. ബൈബിൾ കൂടെ. അതിനാസ്പദമായി എല്ലാവരും കേൾക്കണം. ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. 2026 കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി എവിടെ പോയെന്നറിയാമോ? പറഞ്ഞുതരാം. ആ ഇസ്രയേലിൽ പോയി 2
ഒരു ദിവസത്തെ വീഡിയോയെ വന്നിട്ടുള്ളൂ, അടുത്ത ദിവസത്തെ വീഡിയോ അവർ കൊടുത്തിട്ടില്ല. എല്ലാ ബിസിനസ്സുകാരുമായിട്ട് ചർച്ച ചെയ്തു. മോഡിജിയുടെ പ്രത്യേകതയുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. യഹൂദൻ്റെ പാർലമെന്റിനകത്ത് ഒരു ഇന്ത്യക്കാരനെ ജീവിതത്തിൽ അവർ കയറ്റത്തില്ല. മനസ്സിലാകുന്നവർക്കായി നമ്മൾ ജാതികൾ അമേരിക്കയിലെ വെള്ളക്കാരെ കയറ്റത്തോളൂ. അന്നേരം മോഡിജി ഈ നമ്മുടെ ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായിട്ട് കയറിയപ്പം അവിടുത്തെ പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് യായിർ ലാത്തിഫ്. അദ്ദേഹം ഇറങ്ങിപ്പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മോഡിജി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു ശലോം ഇസ്രായേൽ. ഉടനെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് പ്രൈസലോട് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബൈബിൾ ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ചുകൊണ്ട് കിടന്ന പുള്ളി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഇസ്രയേലിൻ്റെ പാർലമെന്റ് പേര് നെസറ്റ്, അവിടെ നിന്ന് പ്രസംഗിച്ചെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന വചനം ശരിയായി അത്തി തളിർത്തു കൊമ്പിളതായി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ മോഡിജി അതിനകത്ത് പ്രസംഗിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കി എല്ലാവരും കേൾക്കണം. എന്താ? ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഒരു ഗോത്രം അവിടെ കിടപ്പുണ്ട്, മനശ്ശെ ഗോത്രം. അത് കിടക്കുന്നത് മണിപ്പൂരിലോ, അത് കിടക്കുന്നത് ആസമിലോ, അത് കിടക്കുന്നത് മേഘാലയയിലോ, അത് കഴിഞ്ഞ് ഷില്ലോങ്. അവരെ മടക്കി വിടണം. ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രിയുടെ പേര് ഇറ്റാമിൻ ബെൻഗീർ. അദ്ദേഹം അമിത്ഷായ്ക്ക് കത്തെഴുതി, ഈ വർഷം ഞങ്ങൾ കുറേ പേരെ കൊണ്ടു, 2030 ആകുമ്പോൾ 6000 യഹൂദന്മാർ ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നു. അമിത്ഷായ്ക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും അവരെ വീടെടുക്കരുത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വല്ലതും നടക്കുമെന്ന്. മണിപ്പൂരിൽ കലാപം നടന്ന അച്ചായ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞു. ആരാണ്ട് യഹൂദൻ്റെ വീട്ടിന് കല്ലെറിഞ്ഞു. സന്തോഷമില്ലല്ലോ. ഉടനെ അവർ ഇസ്രയേലിലേക്ക് ഒരു വാട്സപ്പ് അടിച്ചു. പിന്നെ കല്ലേറുണ്ടായില്ല, കര ഉയരുന്നില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കൺവെൻഷൻ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു സംഭവം നടന്നു. ന്യൂഡൽഹിയിൽ ഒരു വിമാനം വന്നു. ആരാ? മനശ്ശെ ഗോത്രം. ആരാ മനശ്ശെ? മാത്തിപ്പാസ് പാഠത്തിലെ എബ്രായി നീ എൻ്റെ വത്സലപുത്ര. എവിടെ കേൾക്കാനാ? സ്വോത്രം. ആരാ? യോസഫിൻ്റെ 2 കുഞ്ഞുങ്ങൾ. അതിൻ്റെ പേരാ ബെനി മനാശെ, മറ്റൊരുത്തന എബ്രായി. എല്ലാവരും ടെലിവിഷൻ കണ്ടില്ലേ? കർത്തവത്ത് കണ്ടിട്ട് കാര്യമില്ല മാമേ. നിങ്ങളുടെ ചാനലുകളിൽ ആദ്യം കാണിച്ച മാതൃഭൂമിയാ. 240 യഹൂദന്മാരുമായിട്ട് 1ാമത്തെ വിമാനം യാത്രയായി. അതിനവർ പേരിട്ട പേര ആലിയ 2026 യഹൂദൻ മടങ്ങി വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്ന് 6000-ൽ പരം യഹൂദന്മാർ 2030 മടങ്ങുന്നതിന് മുമ്പ് ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരന്തിമ യുദ്ധം. 2 ഇസ്രയേലിന്റെ സിനഗോഗ്. എന്നാൽ ഇവർ അവിടെ ഇറങ്ങി ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് കാലം വരുന്നു. അതുപോലെ യഹൂദന്റെ സിനഗോഗും പണിയാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി നിലമ്പൂരിലിരിക്കുന്ന ദൈവമക്കൾ പറഞ്ഞു, യഹൂദന്റെ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ഏതാ? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. ഇന്ന് രാത്രി ഒരു രാത്രി കൂടി നിലമ്പൂരിനോട് ദൈവദാസനാകുന്ന ഞാൻ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ രാത്രി നീ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. അതിനോടനുബന്ധിച്ച് ബൈബിളിനകത്തുണ്ടോ യഹൂദൻ മടങ്ങി വരോ? എസെക്കേൽ പ്രവചനം 36-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എസെക്കേൽ 36:24. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്കായി. ഇതിന്റെ പേര് ആലിയ 2026. യഹൂദൻ മടങ്ങി വരുന്നെങ്കിൽ 1, യഹൂദന് വേണ്ടി ഒരാലയം. 2, ഏറ്റവും നിർണായകമായി സംഭവിക്കാൻ പോകുന്നത് ഒരു 3-4 ലോകമകായിത്ത. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ 2025, എല്ലാവരും കേട്ടാട്ട്, 2025 ജൂൺ മാസത്തിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു. ഇന്നത്തെ പശ്ചിമേഷ്യയിലേക്ക് വരാൻ പോവാ. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അന്ന് ഈ ഇസ്രായേലിൻ്റെ പ്രധാന പ്രതിപക്ഷ നേതാക്കളെല്ലാം പറഞ്ഞു ആക്രമണം നിർത്താൻ. ആക്രമണം നിർത്തി. വളരെ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്ന 2026 ആയപ്പോൾ അപ്പനും മോനോട് ആരെ ആക്രമിക്കാൻ തുടങ്ങി? ഇറാനെ ആക്രമിക്കാൻ തുടങ്ങി. ഇനി എന്തിന് ഇറാനെ ആക്രമിക്കുന്നു? അമേരിക്കയ്ക്ക് ഇറാൻ ഒരു ഭീഷണിയല്ല. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. എന്തിന് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു? ഇന്ന് ലോകം എല്ലാവരും കേട്ടാട്ട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം അമേരിക്കയാണ്.
37 ഇട്ടിട്ട് $12 ട്രില്യൺ അമേരിക്കയുടെ കടം. ഈ വർഷവും 5.5 കോടി ട്രില്യൺ കടപ്പത്രം ചൈനയിൽ നിന്നുകൂടെ എടുക്കാൻ പോവുക. അതുകൊണ്ട് മിക്കവാറും നാളെ എങ്ങാനും നമ്മുടെ ട്രംപ് വായാടി ചൈനയിലെത്തുന്ന കാലവും വിദൂരമല്ല. ഇതെല്ലാം നടക്കുന്ന ഒരു സംഭവം. അങ്ങനെയെങ്കിൽ അമേരിക്കയ്ക്ക് രക്ഷപ്പെടണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു, നിങ്ങളോട് സഹകരിച്ചാൽ ഒരു കാര്യം, ഒന്ന്, ഇറാൻ്റെ ദ്വീപുകൾ ഞങ്ങൾ പിടിക്കും, അതിനുശേഷം ന്യൂക്ലിയർ പ്ലാന്റ് നിങ്ങൾക്ക് തകർക്കാം. അതിനുവേണ്ടി 2026 ഏകദേശം ഫെബ്രുവരി മാസം 28 തുടങ്ങിയത് അമേരിക്കയും ഇറാനും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇറാൻ്റെ പ്രത്യേകതയൊന്ന് പറയാം. ഷാ ഭരണകൂടമുള്ള കാലത്ത് ഇറാൻ നല്ല നേതൃത്വമായിരുന്നു, നല്ല വികസനങ്ങളുമാണ്. ഇറാനെ എത്ര ദിവസം അടിച്ചാലും ഒരു പ്രശ്നവുമില്ല. ചോളമുണ്ട്, ഗോതമ്പുണ്ട്, പിസ്തയുണ്ട്, അത്യാവശ്യം ജലവൈദ്യുത പദ്ധതിയുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്. പിന്നെ ഇറാൻ എന്ന് പറഞ്ഞാൽ സാധാരണ പുള്ളിയല്ല. നിലമ്പൂർ 10 വർഷം ഇറാഖുമായിട്ട് വോളിബാൾ കളിച്ചവനായി ഇറാൻ. അച്ചായമാർക്ക് പിടി കിട്ടുന്നില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. 10 വർഷമായിട്ട് അവൻ അടിച്ചതാ ഇറാൻ. എന്തിന് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു? ഇവിടെ ഒപ്പക്ക്, മനസ്സിലാകുന്നവർക്കായി. എണ്ണയാണ് അതിന് പ്രശ്നം. ഇന്ന് സാമ്പത്തികമായിട്ട് തകരുന്ന അമേരിക്ക ലോകത്തിലെ 1ാമത്തെ എണ്ണ രാജ്യമാണ് വെനീസുല. കഴിഞ്ഞ ജനുവരിയിൽ അത് പിടിച്ചു. 2 സൗദി ആരംകോ, അത് അമേരിക്കയുടെ പാർട്ട്ണർഷിപ്പാണ്. 3 കുവൈറ്റ് KNPC, ഒരിക്കലും അമേരിക്ക തൊടത്തില്ല. 4 റഷ്യയിൽ എണ്ണക്കിണറുണ്ട്. അങ്ങനെയെങ്കിൽ റഷ്യയെ തൊടേണ്ട കാര്യമില്ല, വിവരമറിയും. 5 അതിൻ്റെ നടുവിൽ ഇറാനെ കിട്ടിയാൽ നല്ലതാ. ഇറാന് 4 ദ്വീപുകളുണ്ട് എണ്ണയുള്ളത്. 1 അബുമൂസ, 2 കിഷ്, 3 കിഷാം, 4 കർഗെ. ഇറാൻ്റെ പവിഴപ്പുറ്റ് 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതി, ടോട്ടൽ 12 കിലോമീറ്റർ. 8 കിലോമീറ്റർ എണ്ണ, 4 കിലോമീറ്റർ ഗ്യാസ്. അത് കണ്ണുവെച്ചുകൊണ്ടാണ് ഇസ്രയേലിനെയും കൂട്ടി ആക്രമണത്തിന് ഇറങ്ങിയത്. പക്ഷേ ഈ കാര്യം ഇപ്പോൾ നടക്കത്തില്ല, ഇറാൻ തകരത്തുമില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇറാനിൽ ഇത്രയും ആണവ നിലയം? മനസ്സിലാകുന്നവർക്കായി ഇതെങ്ങനെ വന്നു? ചെറുപ്പക്കാരെല്ലാം കേട്ടോണം. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞന്മാരെ മുഴുവനും ആര് മേടിച്ചെന്നറിയാമോ? റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ മെയിൻ നേതാവായിരുന്നു ശ്രീ ആയത്തുള്ള കൊമൈനി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സയൻറ്റിസ്റ്റാണ്. നമ്മുടെ കുഞ്ഞു മക്കൾ ഇവിടെ ഇരിക്കുന്നു. ഈ കൊമൈനിയുടെ അടുത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പോയാൽ അദ്ദേഹം ആദ്യം പറയുന്നത് എന്തുവാ? നീ ഒരു ശാസ്ത്രജ്ഞനാവണം. 2 രാജ്യത്തിന് വേണ്ടി നിൽക്കണം. 3 മതത്തിന് വേണ്ടി നിൽക്കണം. ഇസ്രായേലും അമേരിക്കയെ എത്ര ശാസ്ത്രജ്ഞന്മാരെ കൊന്നിട്ടും ഇന്ന് ഇറാനകത്ത് ടൺ കണക്കിന് ശാസ്ത്രജ്ഞന്മാർ കാനഡയിലും UK യിലും പോയവരാ. അതുകൊണ്ട് അവരുടെ 4 ആണവ പ്ലാന്റുകളാണ് മെയിൻ. 1 ബുഷഹാർ, 2 ഇസ്ബഹാൻ, 3 നർദീസ്, 4 ഫോട്ടോ. ഇപ്പോൾ വായിക്കാൻ പോവുക. ഇതെല്ലാം തകരുമെന്ന് ബൈബിളിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ അടി തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അങ്ങനെയെങ്കിൽ ഇന്ന് അമേരിക്ക ഒറ്റപ്പെടുന്നു. അതിനാസ്പദമായി ഇറാൻ ആക്രമിക്കപ്പെടുമോ? ഇസ്രയേൽ ഈ കണിയിൽ വീഴുമോ? ഒരു 3-ാം ലോകമഹായുദ്ധം നടക്കുമോ? ഇന്നത്തെ ആക്രമണം ബൈബിളിനകത്തുണ്ടോ? ഇരമ്യ പ്രവചനം 49, 35, 36 വാക്യങ്ങൾ. ഓൺ ഗോയിങ് പാനിക്, ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക. ഈ വാക്കെന്ന വാക്കെല്ലാവരും നോട്ട് ചെയ്യണം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ന്യൂക്ലിയർ പ്ലാന്റ് ഏലാമ പഴയ നിയമത്തിലെ ഇറാൻ ദാ കിടക്കുന്ന. അതായത് 4 പ്ലാന്റ്, ഇഷ്ബഹാൻ, ബുഷഹാർ, അത് കഴിഞ്ഞ് നർദീസ്, ഫോട്ടോ. ഈ പ്ലാന്റുകളെ തകർക്കുമെന്നായി വായിക്കുന്ന. അടുത്ത വാക്ക്, ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും ഇസ്രയേലിൽ 200 വിമാനം ഒരുമിച്ച് കയറുമെന്ന്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ കപ്പലിൽ നിന്നും വിമാനം കയറുമെന്നാണ് ഈ മോള് വായിക്കുന്നത്. എഴുതിക്കോ അച്ഛാ, ഇതെല്ലാം വായിച്ചോ. 4 കാറ്റ് വരുത്തി എല്ലാ കാറ്റുകളിലേക്കും ചിഹ്നിച്ചു കളയും. ഇറാൻ ജനത ചിഹ്നിക്കപ്പെടും, അനവധി പേർ കൊല്ലപ്പെടും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കയില്ല. പണമുള്ള ഇറാനികൾ അവിടുന്ന് നേരത്തെ സ്ഥലം കാലിയാക്കി. മനസ്സിലാകുന്നവർക്കായി. നിലമ്പൂര് ഭൂകമ്പം വരുന്നതിന് കൂടല്ലു ചാടുന്ന പോലെ കാശുള്ള റാണികളെല്ലാം പോയെന്ന്. അടുത്ത വാക്ക് വായിര്. ഞാൻ ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഇറാനിലെ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടോടും. മിനാബിൽ സ്കൂളിനകത്തൊക്കെ കൊണ്ട് ബോംബിട്ട്. ഇതെല്ലാം ഒരു അന്ത്യകാല സംഭവം. ഇന്ന് രാത്രി എന്താ പ്രത്യേകത? എല്ലാറ്റിൻ്റെയും അവസാനം. കരമുയരുന്നില്ലല്ലോ, വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരെ നിർമ്മതരുമായിരുപേ. അതുകൊണ്ട് നമ്മുടെ യേശു അപ്പച്ചൻ പറഞ്ഞൊരു പ്രവചനം നിവർത്തിയായി. ഏതാ പ്രവചനം? ഇന്ന് രാത്രി നിലമ്പൂരുകാർ കേട്ടെ. യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്ക്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും.
ഇതൊക്കെയും ഈറ്റുതോവിൻ്റെ ആരംഭം. കരമുയർത്തുന്നവർക്കായി അങ്ങനെയെങ്കിലും ഒരു അന്തിമ യുദ്ധം വരുമോ? ഇതൊരു വെടിനിർത്തൽ ഉണ്ടാകുമോ? ആസ്പദമായി ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ വിഷയത്തിനകത്ത് ഒരു വെടിനിർത്തൽ ഉണ്ടാകും, തീർത്തും ഉണ്ടാകും. ഇരമ്യാ പ്രവചനം 6:14. നിങ്ങളുടെ വസ്തുവും തുള്ളും ഇതൊന്നും മിക്കണ്ട. ഇരമ്യാ പ്രവചനം 6:14. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞു. ഇനി പറയുന്നത് സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഇസ്രായേലിന്റെ വിഷയത്തിൽ ലഘുവായ ഒരു സമാധാനം, അഥവാ നാടൻ മലയാളം. നമ്മുടെ നിലമ്പൂരിൽ ഒരു പയ്യന്റെ കാലൊടിഞ്ഞു, കേട്ടാട്ടെ. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയെ കൊണ്ടുപോയി. ഓർത്തോ നോക്കി, ഡിജിറ്റൽ എക്സ്റേ എടുത്തു, പറഞ്ഞ് പൊട്ടലുണ്ട്, കമ്പി ഇടണം. ഇപ്പം തൽക്കാലം നീരേ ഉള്ളു, അതുകൊണ്ട് നീര് കുറച്ചിട്ട് കമ്പി ഇടാം. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഇത് വെടിനിർത്തലുണ്ടാവും. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്തുകൊണ്ടത് പറയുന്നു? ഒന്ന്, ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകണമെങ്കിൽ ഇവിടെ ഒരു സംഭവം നടക്കണം. ഒന്ന്, സുവിശേഷം ഭൂതലത്തിൽ പ്രസംഗിക്കപ്പെടണം. മത്തായി 24:14. വാക്യം വായിക്കണ്ട, മോളെടുക്കണ്ട, പറയണ്ട. അതിനകത്ത് ഇങ്ങനൊരു കാര്യമുണ്ട്: രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. കരമുയരുന്നില്ലല്ലോ, അപ്പോൾ കർത്താവ് മടങ്ങി വരും. आप लोग जाएगा नॉर्थ इंडिया में. ഇന്നലെ ഞാൻ ഹിന്ദി പ്രസംഗിച്ചപ്പോൾ നമ്മുടെ പാസ്റ്റർ ഹിന്ദിയിൽ ആശീർവാദം പറഞ്ഞു. നിലമ്പൂരുകാർ ജോസഫ് പാസ്റ്റർ വാക്കെങ്കിലും കേട്ട് കുറച്ച് ഹിന്ദി പഠിക്കട്ടെ. पीछे 4 महीना का पहले मैं उड़ीसा गया, छत्तीसगढ़ गया, रायपुर गया. അത് കഴിഞ്ഞതിന് ശേഷം എവിടേക്കോ ജില്ലകൾ, കോരപ്പുട്ട്, ഇവിടെ എല്ലാം പോയി. उधर जाके सब लोग को परमेश्वर का धन्यवाद देने के लिए, यीशु मसीह का पुनरागमन के लिए अच्छा तरफ से बात किया. एक सुबह ने मैंने एक गांव में गया, एक छोटा बेटा को मिल गया मेरे साथ. मैं वो छोटा बेटा को पूछा, बेटा आपका यीशु मसीह का बारे में कुछ मालूम है? उടനെ പയ്യൻ എന്നോട് പറയാ, ഏ ഗാവ് മേ നെയ് മിലേഗ, ആകെ ഗാവ് മേ പൂച്ചോന്ന്. സന്തോഷമില്ലല്ലോ, മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ജോസഫച്ചാൻ ചിരിക്കുന്നു. പയ്യനോട് ഞാൻ ചോദിച്ചു, യേശുവിനെ പറ്റി അറിയാമെന്നു. അപ്പം പറയാം, ഈ ഗ്രാമത്തിൽ കിട്ടത്തില്ല, ചിലപ്പോൾ അടുത്ത ഗ്രാമത്തിൽ കിട്ടുമെന്ന്. 5,000 ഗാവ്, നോർത്ത് ഇന്ത്യയിൽ 5000 ഗ്രാമം ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ കർത്താവ് വരുമോ? അതുകൊണ്ട് വീടും കാറും എഴുതി വെക്കരുത്. രണ്ടാമത്തെ കാര്യം, പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ വായിക്കേണ്ട മോളെ. റോമാലേഖനം 11-ാം അധ്യായം 25-ാം വാക്യം നോട്ട് ചെയ്താട്ടെ. സഹോദരന്മാരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. എന്താ മർമ്മം? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേൽ അംശമായ കാഠിന്യം. കരമുയർത്തുന്നവർക്ക്, അതായത് അയൺഡോമിനെ എല്ലാം തകർത്തുകൊണ്ട് ഇസ്രയേൽ നിലവിളിക്കുന്നു. 3, വീട്ടിക്കുന്നിൽ പെന്തക്കോസ്റ്റൽ ചർച്ച് കൂടെ എന്തിനു വേണ്ടി കൺവെൻഷൻ നടക്കുന്നു, PCJ നടക്കുന്നതിൻ്റെ കാര്യം പറയാം. അതാ പത്രോസ് ലീഗ പറഞ്ഞിട്ടുണ്ട്. എന്താ പത്രോസ് പറഞ്ഞത്? 2 പത്രോസ് 3:9 വീട്ടിൽ ചെന്ന് വായിക്കണം. ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ. കരമുയരുന്നില്ലല്ലോ. കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുക. അല്പം കൂടി ദീർഘക്ഷമ കാണിക്കുന്നത്. ചിലരും കൂടെ ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം, കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകത്തില്ല, വെടിനിർത്തലുണ്ടാകും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് 3-ാം ലോക മഹായുദ്ധം നടക്കത്തില്ല? അതിനു മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റലുണ്ടാവും. എന്താ ഒഴിച്ചുമാറ്റൽ? സഹോദരങ്ങൾ കേട്ടാട്ടെ. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഒരു ദിവസം കാലത്തെ ന്യൂഡൽഹിയിൽ നിന്ന് നല്ലൊരു AC ബസ്സിനകത്ത് 40 പേരുമായിട്ട് പോയി. എവിടെ പോയെന്നറിയാമോ? വാഗാ അതിർത്തിയിൽ പോയി. വാഗാ അതിർത്തി ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഇന്ത്യയുടെ ബസ് അവിടെ കാണുന്നു. പാകിസ്ഥാൻ അറ്റാഷമാരാ 40 പേര് പാസ്പോർട്ടുമായിട്ട് ഇങ്ങനെ പ്ലെയിനിൽ ഇരിക്കുക. അച്ചായ അമ്മാമേ, ആ സമയത്ത് ഇസ്ലാമാബാദിൽ നിന്ന് ഒരു ബസ് വന്നു. അതിനകത്ത് 40 ആരുണ്ടെന്നറിയാമോ? ഇന്ത്യൻ കോൺസുലേറ്റുമാർ. 2 ബസ്സും ക്ലിയർ ആയപ്പോൾ പാകിസ്ഥാൻ പാസ്പോർട്ട് അറ്റാഷമാരെ അങ്ങോട്ട് കൊടുത്തു. അമ്മാമ ഇന്ത്യൻ അറ്റാഷക്കാരെ അച്ചായ ഇങ്ങോട്ട് മേടിച്ചു. ഗേറ്റ് അടഞ്ഞു. 7 മണി കഴിഞ്ഞപ്പോൾ കൊടി താർത്തി. 8 മണിക്ക് റാവൽപിണ്ടിയിലേക്കും ഇസ്ലാമാബാദിലേക്കും ആര് പോയെന്നറിയാമോ? ഇന്ത്യയുടെ മിഗും മിറാഷും കയറി. അതിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെയെങ്കിൽ 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കും. സിന്ദൂർ അല്ല. ഇന്ന് രാത്രി നിലമ്പൂരുകാരോട് അതിൻ്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത കരമുയർത്തുന്നവർക്ക് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരമുയർത്തുന്നവർക്ക് പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? യുദ്ധ ദിവസത്തിൽ വീരനായ നമ്മുടെ കർത്താവ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ മടങ്ങി വരാറായി. വാൻഗായ്. അങ്ങനെയെങ്കിൽ ഒരു 3-ാം ലോക മഹായുദ്ധം നടക്കണമെങ്കിൽ ഇവിടെ ഒരു കാര്യമുണ്ട്. എന്താ സംഭവം എന്നറിയാം? അറബ് ലീഗിൻ്റെ നേതാവായി റഷ്യ വരണം. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. എന്തുകൊണ്ട് ഇറാൻ, 3 വാക്യം കൂടെ പറഞ്ഞ് നിർത്താം, സമയവും നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് ഇറാൻ ഈ UAE അടിക്കുന്നു,
സൗദിയനെ അടിക്കുന്നു, കുവൈറ്റിനെ അടിക്കുന്നു, ഖത്തറിനെ അടിക്കുന്നു, മസ്കറ്റിനെ അടിക്കുന്നു, ബഹറിനെ അടിക്കുന്നു. എല്ലാവരും കേൾക്കണം. ആരായി GCC? നിങ്ങളോട് പറഞ്ഞുതരാം, മലപ്പുറംകാരെല്ലാവരും നല്ല പൈസയുള്ളവരുവാ. ആരായി GCC? അബ്രഹാമിന് സാറ മരിച്ചപ്പോൾ ഒരു ഭാര്യ ഉണ്ടായി, കെദൂറ. ഉൽപ്പത്തി 25. അതിൽ 6 പിള്ളേരുണ്ടായി. യോക്ലാൻ, സിൽവാൻ, ഇങ്ങനൊക്കെ പറയുന്ന കുറേ പേരുണ്ട്, മൊഹിയാൻ, ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. അവരായി GCC. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു റെയിൽ ഞങ്ങൾ കൊണ്ടുവരാൻ പോവാ, ഒരു വിസ കൊണ്ടുവരാൻ പോവാ. മലപ്പുറത്തുള്ള സഹോദരന്മാർ ചേച്ചിമാരോട് ദുബായിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്ത് പൈസ അടിച്ച് മാറ്റിയിട്ട് മസ്കറ്റിൽ ചെല്ലരുത്. സന്തോഷമില്ലല്ലോ. കഴുത്തെ ക്ലിപ്പ് വീഴും. സന്തോഷമില്ലല്ലോ. റിയാദിലും ചെല്ലരുത്. മനസ്സിലാകുന്നവർക്കായി. ബാങ്ക് ലോൺ എടുത്തിട്ട് അറബിയെ തട്ടിച്ചിട്ട് ഇവിടെ വന്നിട്ട് അടുത്ത ഗൾഫ് രാജ്യത്ത് ചെന്നാൽ GCC കമ്പ്യൂട്ടർ ഇവരൊന്നാ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇറാൻ ആരെ അടിക്കുന്നു? ഇവരെ അടിക്കുന്നു. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. അതാ ഇന്ന് വരാൻ പോകുന്നത് അറബ് ലീഗിന് മേധാവിയായി റഷ്യ തീരാൻ പോവുക. അതിലൊന്നാമതായി എല്ലാവരും കേട്ടാട്ട്, അമേരിക്കയിലേക്ക് ഇറാൻ്റെ ഒരു മിസൈൽ പോകണമെങ്കിൽ 11,500 കിലോമീറ്റർ വേണം. ഇസ്രയേലിൽ പോകണമെങ്കിൽ 1,800 കിലോമീറ്റർ. അത് ഏതിൽ കൂടെ കയറണം? ഒന്നീ ജോർദാൻ്റെ മണ്ടേ കൂടെ കയറണം, അല്ല ഈജിപ്തിൻ്റെ മണ്ടേ കൂടെ കയറണം. അത് ഇറാന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കന്യാകുമാരി കടപ്പുറത്തൊരു ദ്വീപുണ്ട്, ഇവൻ്റെ ബ്രിട്ടൻ്റെ, അതിൻ്റെ പേരാ ഡീഗോ ഗാർഷ്യ. നാളെ പറഞ്ഞുതരാം അതിനെപ്പറ്റി. അവിടെ വരെ അവർ മിസൈൽ അടിച്ചു. അപ്പോൾ അടുത്ത 5-6 പേര് കിടപ്പുണ്ട്. കറിയാച്ചാൻ, തോമാച്ചാൻ, അവറച്ചായ്, പൊന്നച്ചായ്, ശമുവേലച്ചായ്, കുഞ്ഞച്ചായ്. അതാ ഈ ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളെ അടിക്കാൻ കാര്യം പറഞ്ഞുതരാം. സൗദിയിൽ അമേരിക്കയുടെ അരംകോട് ചേർന്നൊരു ബേസ് ഉണ്ട്. അതിൻ്റെ പേരാ അൽ ഖർജ് ഇൻ്റർനാഷണൽ എയർബേസ് നമ്പർ 1. 2, കുവൈറ്റിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് എഴുതാം, അവിടെ അമേരിക്കയുടെ ബേസ് ഉണ്ട്, അൽ സലാം ഇൻ്റർനാഷണൽ എയർബേസ്. 3, അബുദാബി മുസഫയോട് ചേർന്ന് കിടക്കുന്ന അൽ ദഫ്ര അമേരിക്കയുടെ എയർബേസ്. 4, ഖത്തറിൽ കുഞ്ഞുങ്ങൾക്ക് എഴുതാം അൽ ഹുദ്ഹുദ് എയർബേസ്. 5, ബഹ്റൈനിൽ അമേരിക്കയുടെ 5ാമത്തെ കപ്പൽപ്പട കിടപ്പുണ്ട്, അത് കിടക്കുന്ന ജുബൈർ. അത് കഴിഞ്ഞതിന് ശേഷം 6, മസ്കറ്റിൽ താവളമില്ല, നിലമ്പൂർ ഡിപ്പോയിലെ കണക്ക് 2 കപ്പൽ മസ്കറ്റിൻ്റെ സൈഡിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഡ്രോണേ ഉള്ളു, കര ഉയരുന്നില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. എല്ലാം കേക്കമ്മാമ, ഇതെല്ലാം അന്ത്യകാല സംഭവം. എന്തിനാ UAE ബഹ്റൈനെയും ഈ കട്ടി കൂട്ടിയിട്ട് അടിക്കുന്നതെന്ന് പറയാം. എന്താ കട്ടി കൂട്ടിയിട്ട് അടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, UAE ബഹ്റൈനും പോയി അബ്രഹാം അക്കോർഡ് ട്രംപുമായിട്ട് ചേർന്ന് ആദ്യം ട്രംപ് വന്നപ്പോൾ വൈറ്റ് ഹൗസിലൊരു കരാറുണ്ടായിരുന്നു, നമ്മൾ അവറാച്ചാൻ്റെ മക്കളാണ്. അന്ന് എന്താ ചെയ്തത്? UAE കരാർ ഒപ്പിട്ടു, അതിനുശേഷം ബഹ്റൈനും കരാർ ഒപ്പിട്ടു. അതുകൊണ്ടാണ് വെടിനിർത്തൽ നടന്നിട്ടും ഇന്നും UAE അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ UAEക്ക് പിടികിട്ടി. എല്ലാം അന്ത്യകാല സംഭവം. UAEക്ക് പിടികിട്ടി. ഇനി വലിയ രക്ഷയൊന്നുമില്ല. അതിന് ഒരു ദിവസം 3.5 മണിക്കൂർ എല്ലാ കോസുകാരും കേൾക്കണം. അന്ത്യകാലം 3.5 മണിക്കൂർ പിന്നെ അബുദാബിയുടെ ഷേഖ് സയ്യിദ് നഹിയാൻ എവിടെ വന്ന്? ന്യൂഡൽഹി എയർപോർട്ടിൽ വന്നു. ന്യൂഡൽഹി എയർപോർട്ടിൽ വന്ന് 3.5 മണിക്കൂർ കൈ കൊടുത്തു. പുള്ളിക്കാരൻ പോയി. എന്തുവാ സംഭവം എന്ന് ആർക്കും അറിയത്തില്ല. പറയാം, ഇസ്രയേലിനുമായിട്ട് പാത വെട്ടാനാണ് വന്നത്. സൗദി അറേബ്യ പാകിസ്ഥാന് കൈ കൊടുത്തപ്പോൾ UAEക്ക് പിടികിട്ടി, നാളെ ഒരു വിഷയമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായം വേണം. അതിൻ്റെ ഇടനിലക്കാരനാ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കയ്യിലെടുത്തു. എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ദിവസങ്ങളിൽ അയൺ ഡോം കരമുയർത്തുന്നവർക്ക് UAEക്ക് ഇസ്രയേൽ കൊടുത്തു. ഇന്ന് അമേരിക്കയുടെ സംവിധാനം മാറി. എന്താ സംഭവിക്കുക? UAEയുടെ മണ്ണിനകത്ത് ആദ്യമായിട്ട് ഇസ്രയേൽ അയൺ ഡോം കൊടുത്തു. എന്തിനാ? ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ തകർക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് മോഡി സാർ വേറൊരു പണിയും കൂടെ കാണിച്ചു. ഇന്ത്യക്ക് 2 ബുദ്ധിജീവികളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് ജയശങ്കർ, അതിനോടൊപ്പം തന്നെ അജിത് ഡോവൽ. അവർ അബുദാബിയുടെ അടുത്ത് പറഞ്ഞു ഒപ്പക്കിന്ന് മാറാൻ. എന്തിനാ ഒപ്പക്കിന്ന് മാറുന്നത്? എണ്ണ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ. മോഡി സാറിന് പിടികിട്ടി ഇന്ത്യക്ക് ക്യാഷ് ഉണ്ടെന്ന് UAEക്കും അറിയാം. അതിനാസ്പദമായി അബുദാബിയിൽ നിന്നൊരു ലൈൻ വലിച്ചിട്ടുണ്ട്, ഫുജിറ. കുഞ്ഞുങ്ങളോട് ചോദിക്കണം, ഇവിടെ മലപ്പുറംകാരെല്ലാം ഗൾഫുകാരാ, കേട്ടോണം, അവരോടും പറഞ്ഞു കൊടുക്കണം. അബുദാബിയിൽ നിന്ന് ഒരു എണ്ണ ലൈൻ വലിച്ചിട്ടുണ്ട്. എവിടത്തേക്കാ? ഫുജിറ. ഹോർമോസ് കടലെടുക്ക് വേണ്ട. ഗുജറാത്തിൽ നിന്ന് സലാല വഴി ഫുജിറയിൽ ഇറങ്ങാം. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അബുദാബി ഷേഖിനോട് പറഞ്ഞു ഒപ്പക്കിന്ന് മാറാൻ എണ്ണ ഞങ്ങൾ മേടിച്ചോളാം. ഇതെല്ലാം അന്ത്യകാല സംഭവം. ലോകം 2 ചേരിയിൽ കരമുയർത്തുന്നവർക്കായി. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. അങ്ങനെയെങ്കിൽ ഇന്ന് അറബ് രാജ്യത്ത് എല്ലാ ചെറുപ്പക്കാരും കേൾക്കണം. അവിടെ സോഷ്യൽ മീഡിയ എല്ലാം കട്ട് ചെയ്യുന്ന കാര്യം
അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഷേഖുമാർക്കെതിരെ വിരോധം. ദുബായ് ഷേഖ് മുഹമ്മദിനോട് വിരോധം, ഷാർജ ഷേഖ് കാശ്മീരോട് വിരോധം, അബുദാബിയിലെ നഹിയാനോട് വിരോധം, പ്രിൻസ് സൽമാനോട് സൗദി വിരോധം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഖത്തറിലെ തമീമിനോട് വിരോധം. എന്താ അവർ പറയുന്നത്? കുവൈറ്റിലെ ജാഫറിനോട് അവർ പറയുന്നത് എന്താണെന്നറിയോ? അമേരിക്കയ്ക്ക് ഇവിടെ താവളം കൊടുത്തത് കൊണ്ടാണ് നമുക്ക് അടി കിട്ടുന്നതെന്ന്. കരമുയരുന്നില്ലല്ലോ അച്ചായ. അത് ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമില്ല, അമേരിക്കയ്ക്ക് താവളം കൊടുത്തുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മിഡിൽ ഈസ്റ്റ് പശ്ചിമേഷ്യയിലുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം BBC-യിൽ ഒരു സംഭവം വന്നു. എന്താ BBC-യിൽ ഒരു സംഭവം? മിറ്റ്സുബിഷി മോട്ടേഴ്സ്, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ധനികന അൽഖത്തൂർ മോട്ടേഴ്സ്, അവൻ ഷേഖുമാരെക്കാളും കോടീശ്വരനാ. കഴിഞ്ഞ ദിവസം BBC-ക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ട് അവനാ പറഞ്ഞത്, ഇനി നമുക്ക് അമേരിക്കയുടെ സഹായം വേണ്ട, റഷ്യ നല്ലത്, കരമുയർത്തുന്നവർക്കായി. അതാ എസക്കേൽ പറഞ്ഞത്, റഷ്യ നീ അവർക്ക് മേധാവിയാകും, കരമുയർത്തുന്നവർക്കായി. അറബ് ലീഗിന് ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ആളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. അതാ ഇസ്രായേൽ പർവ്വതനിര. അതിൻ്റെ പേര് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ധ്വനി. അതാരംഭിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറാ. വീട്ടിൽ കുന്ന് വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയം അടുത്തുപോയി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന, ഞാൻ വന്നില്ലേലും ഗൾഫിലെ ഷേഖുമാർ ഒരുപാട് പേര് താഴെ പോകും. ജനം അവിടെ ഭയങ്കര വിരോധാച്ചായ സ്വോത്രം, അമേരിക്കയെ പുറത്താക്കാൻ. അങ്ങനെയെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം നടക്കണമെങ്കിൽ 2 കാര്യം സംഭവിക്കണം. ഒന്ന്, ജനത്തിന് പോകാൻ ഒരു പാത വേണം. അതിൻ്റെ പേര് ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെയെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം വരുന്നതിന് മുമ്പ് സിൽക്ക് പാത ഒരുങ്ങണം. ബൈബിളിനകത്തുണ്ടോ ചൈനയുടെ സിൽക്ക് പാത? ചൈന ഇത് സോഫ്റ്റ് കൺവെയറായിട്ട് അത് കൊടുക്കുന്നു. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. അല്ല, പിന്നെ മോളെ യെശയ്യാ പ്രവചനം 49:12. മോനെ ഇത് നോട്ട് ചെയ്യണം. ചൈനയുടെ സിൽക്ക് പാത വരുന്നു. വായിക്കാം. യെശയ്യാ 49:12 വായിച്ചാട്ടെ. ഇതാ ഇവർ ദൂരത്ത് നിന്നും ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സീനിയും ദേശത്തും നിന്നും വരുന്നു. സീനിയും ആ ചൈന, അതാ ചൈനയുടെ സിൽക്ക് പാത. എല്ലാവരും കേൾക്കണം അച്ഛന്മാരെ, അതുകൊണ്ടാണ് സമയം കൂടുതൽ പിടിക്കുന്നത്. എന്താ, ഈ അടുത്ത സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തി. ഭാരത് ജോഡോ. കരം ഉയരുന്നില്ലല്ലോ. ഷാജി പാഷ ആരും പത്രമൊന്നും വായിക്കാറില്ല, അറിയത്തില്ല. സ്വോത്രം ഇത്രയും കോളേജുകളിലും കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലർ കരം ഉയർത്താൻ പറഞ്ഞാൽ കരം ഉയർത്തത്തുമില്ല. അതിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതെന്ന് വിചാരിക്കും. സ്വോത്രം സന്തോഷമില്ലല്ലോ. സ്വോത്രം എൻ്റെ ഒരു കല്യാണാലോചനയല്ല അന്ത്യകാല സംഭവം. നിങ്ങളുടെ പടം എടുക്കാൻ എൻ്റെ കൂടെ ക്യാമറയില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ കല്യാണം ആലോചിക്കാൻ നല്ല പാസ്റ്റർമാർ മേടയിലൊക്കെ ആറുത്. സന്തോഷമില്ലല്ലോ. നല്ല പാസ്റ്റർമാരിക്കുന്നത് അവരാലോചിച്ചോളൂ. അത് അങ്ങനെ ഇന്ന് രാത്രി കേട്ടോ, ഈ കാശ്മീർ, ഈ ഫ്ലൈ ഓവറല്ല, അതിനാ നിലമ്പൂരല്ല, അതെവിടാ ചെല്ലുന്നത്? കന്യാകുമാരിന്ന് കാശ്മീർ. അമ്മാമ്മ കേട്ടോണം, കാശ്മീർ കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ റോഡാ കാറക്കോണം ഹൈവേ. ആ കാറക്കോണം ഹൈവേ ചെയ്യുന്ന അഫ്ഗാൻ്റെ ബോർഡറാണ്. അഫ്ഗാനിൽ നിന്ന് നേരെ ചൈനയുടെ ബോർഡറുണ്ട്. കൊറിയ, തെക്കൻ കൊറിയ, വടക്കൻ കൊറിയ എല്ലാവരും ചൈനയിൽ കയറാം. ഈ ചൈനയുടെ ബോർഡറിൽ നിന്ന് നേരെ അഫ്ഗാൻ, ഇന്ത്യയിൽ നിന്ന് നേരെ പാകിസ്ഥാൻ വഴി അഫ്ഗാൻ, അഫ്ഗാൻ കഴിഞ്ഞാൽ അടുത്തത് ഇറാൻ, ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ്, ഇറാഖ് കഴിഞ്ഞാൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ്, ടൈഗ്രീസ് കഴിഞ്ഞാൽ അടുത്തത് തുർക്കി, തുർക്കി കഴിഞ്ഞാൽ ഗോലാൻ, അതുവഴി നേരെ യെറുശലേം. അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഈ യെറുശലേമിലെത്താൻ റഷ്യയുടെ വടക്കേ അറ്റത്തു നിന്നും നേരെ യെറുശലേമിൽ വരാം. അങ്ങനെയെങ്കിൽ ചൈനയുടെ സിൽക്ക് പാത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, സോഫ്റ്റ് കൺവെയർ. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം വരുമ്പോൾ മോൾ ഒരു വാക്യം കൂടെ വായിക്കാൻ, 2 വാക്യം കൂടെ കഴിഞ്ഞ് ഇന്ന് നിർത്താൻ ബാക്കി നാളെ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അറബ് ലീഗ് എല്ലാം ഒരുമിക്കും, ഈ റോഡുകളും ഒരുമിക്കും. ആ കാലത്ത് ഇസ്രയേൽ ഒരു വിഷയമില്ലാതെ പോകും. യെശയ്യാ പ്രവചനം 19, 23, 24 എല്ലാവരും ഒന്ന് എടുത്താട്ട്. അന്നാളിൽ വായിച്ച മോൾ ഈ വാക്യം ഒന്ന് എടുത്താട്ട്. ഇത് തരാത്ത വാക്യം ഒന്ന് എടുത്തോ. യെശയ്യാ പ്രവചനം 19-ാം അധ്യായം 23, 24 വാക്യങ്ങൾ വായിക്കാം. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അതിനുശേഷം അന്നാളിൽ അശൂര്യർ മിസ്രൈമരുമായി ആരാധന കഴിക്കും. ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. എൻ്റെ പെൻഡ്രൈവ് ഇച്ചിരി സ്ലോ ആയ ഇപ്പം എല്ലാം ഓർമ്മ വരുന്നില്ല. മക്കൾ നിർത്താട്ടെ. യെശയ്യാ 19, 21, 24 ഒന്നുകൂടെ. അന്നാളിൽ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന ആണി ഇളകിപ്പോകുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം, അത് മുറിഞ്ഞു വീഴുകയും. യെശയ്യാ പ്രവചനം ഒന്നെടുത്താട്ട് മോളെ. 19 ആണോ 21? ഇന്നിപ്പം 49:12 മക്കൾ വായിച്ചത്.
19 യെശയ്യാ 19 21 20 അന്നാളിൽ ഇപ്പഴാ ശരിയായത്, ഇപ്പഴാ റെഡി ആയത്. പെൻഡ്രൈവും കമ്പ്യൂട്ടർ ഇപ്പോൾ ശരിയായി, സോഫ്റ്റ്വെയർ. വായിക്കാം അടുത്തത്. മിസ്രയീമിൽ നിന്ന് അശ്ശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ദാ കിടക്കുന്ന അറബ് ലീഗ് എല്ലാം ഒരുമിക്കോ നച്ചായ ഇത് വായിച്ചത്. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അശ്ശൂര്യർ മിസ്രയീമിലേക്കും മിസ്രയീമ്യർ അശ്ശൂരിലേക്കും ചെല്ലും. അറബ് ലീഗിന്റെ 57 രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടും. അതാ ഇന്നത്തെ ഗാസ ഇസ്രായേൽ വന്നപ്പോ അവർ കൊടി ഉയർത്തി. അടുത്ത വാക്ക്. മിസ്രയീമ്യർ അശ്ശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. അതാ ഏതാ ഏശാവിന്റെ മക്കളെല്ലാം ഒരുമിക്കുമെന്ന്. ഈ അടി എവിടെ തുടങ്ങിയതാന്ന് നിങ്ങളോട് പറയാം. ഇതൊരു വീട്ടിൽ തുടങ്ങിയതാ. അബ്രഹാമിന്റെ വീട്ടിലാ ഇസഹാക്കും ഇസ്മായിലും രണ്ടുപേരും ഒരു അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്നു. ബാക്കി നാളെ പറയാം. ഏശാവ് യാക്കോബ്. അതിൻ്റെ ഇടയ്ക്ക് സെമി ഫൈനൽ നടന്ന ഏലാ താഴ്വര ദാവീദും ഗോലിയാത്തും. ഇനി ഫൈനൽ നടക്കുന്നത് യഹോശാഫാത്ത് താഴ്വര. കരമുയർത്തുന്നവർക്കായി. ഇതൊക്കെയാ IPC കാരും വേണ്ടതില്ല. KE എബ്രഹാം സാറും TG ഉമ്മച്ച സാറും അത് കഴിഞ്ഞ് ജോർജ് ശാസ്ത്രി ഞങ്ങളെ പഠിപ്പിച്ച ചെറിയാച്ചാനും ഒക്കെ. ഇപ്പം കർത്താവ് വരണമെന്നുമില്ല, മാറാൻ ആദായമില്ല. സന്തോഷമില്ലല്ലോ. IPC കാർക്ക് സന്തോഷമില്ല, മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെയെങ്കിൽ അത് കേട്ടോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. അങ്ങനെയെങ്കിൽ അറബ് ലീഗ് ഒരുമിക്കോ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ. വായിച്ചേട്ടെ മോളെ. അന്നാളിൽ 24-ാമത്തെ വാക്യം വായിച്ചോട്ടെ. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. അവിടെ നിൽക്കട്ടെ. ഇന്ന് ഭൂമിയുടെ മധ്യ അനുഗ്രഹമാണോ? ഏറ്റവും വലിയ അനുഗ്രഹം ഇന്ത്യക്കാർക്കാ, മനസ്സിലാക്കുന്നവർക്കായി. അതുകൊണ്ടല്ലേ മോഡി സാറ് എപ്പോഴും പറയുന്ന മേരാബായി എന്ന്. സന്തോഷമില്ലല്ലോ, മനസ്സിലാക്കുന്നവർക്കായി. ആദ്യത്തെ സംഭവം എല്ലാവരും കേൾക്കണം. ടൈബർ ടാർ 21. ആദ്യ കാർഗിൽ യുദ്ധത്തിനകത്ത് ഇന്ത്യക്ക് തൂക്കുകൊണ്ട് കൊടുത്തത് ഇസ്രായേലാണ്. ടൈബർ ടാർ 21. യെശയ്യാ പ്രവചനം. തീക്കൊള്ളി പോലെ ഒരു ആയുധം ഞാൻ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിങ്ങളുടെ കയ്യിൽ തരും. രണ്ടാമത്തെ കാര്യം മനസ്സിലാകുന്നവർക്കായി. ഈ ഇടയ്ക്ക് പാകിസ്ഥാനുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, പാകിസ്ഥാനുമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷയം ഓപ്പറേഷൻ സിന്ദൂർ. എല്ലാവരും കേൾക്കണം. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ചെറുപ്പക്കാരെല്ലാം കേട്ടിട്ട് അത്തി തളർത്ത സംഭവം പറയാൻ പോവാ. എന്നിട്ട് നിങ്ങൾ പറയണ ഈ തലമുറയെ കർത്താവ് വരുമെന്ന്. കേട്ടോ എന്താ സംഭവം? ഓപ്പറേഷൻ സിന്ദൂർ ആദ്യം മിഗും റാഷുവ അത്രയും പോളിഷിങ് ആയില്ല. അപ്പോൾ ആഭ്യന്തരമന്ത്രി, ഈ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇസ്രയേലിൻ്റെ ഡ്രോൺ എടുക്കാൻ. എല്ലാ അച്ചായന്മാരും കേട്ടാട്ടെ. ഇസ്രയേലിൻ്റെ ഡ്രോണിൻ്റെ പേരാ ഹെരോദ ഡ്രോൺ. ലെബനോനിലും ഇറാനിലും കയറിയ സംഭവം. അത് പാകിസ്ഥാനിലോട്ട് കയറി റാവൽപിണ്ടിയിലും എല്ലായിടത്തും കത്താൻ തുടങ്ങി. അപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മേധാവി ആസം മുനീർ ട്രംപിന്റെ പാർട്ണറാ. ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൽ. കെട്ടിയ ചെറുപ്പക്കാരനാ ജാറേദ് കുഷർ. അവന്റെ പാർട്ണറാ മൈക്രോചിപ്പ് കൊണ്ടുവരുന്ന എലോൺ മസ്ക്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഏർപ്പെടുത്താതെ ആസം മുനീറിന് ഇപ്പൊ കുഴഞ്ഞുപോയ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുക. ആസം മുനീർ ട്രംപിനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ആണവായുധമല്ല ഇന്ത്യ കത്തിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. ബാക്കി എല്ലാവരും കേട്ടാട്ട്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ ഒരു വ്യക്തികളെയും കുറ്റം പറയത്തില്ല. എന്താ ഇസ്രായേലിൻ്റെ ഡ്രോണിനറിയാമോ പാകിസ്ഥാനി ആണവായുധം ഇരിക്കുന്നെന്ന്? എല്ലാവർക്കും പറഞ്ഞുതരാം. 1974 സിയാ ഉൾ ഹക്കിൻ്റെ കാലത്ത് ഈ അമേരിക്കയായിട്ട് ഭയങ്കര അടുപ്പം പാകിസ്ഥാനി ആണവായുധം ഇരിപ്പുണ്ട്. അമേരിക്കയുടെ അറബ് രാജ്യങ്ങളിൽ ഇരിക്കത്തില്ല. ഇന്ത്യയുടെ ഡ്രോൺ കയറിയപ്പോൾ ആസം മുനീർ വിളിച്ചു ട്രംപ് ചേട്ടനെ. ട്രംപ് ഉടനെ പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഞാൻ വെടി നിർത്താമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ട്രംപ് മോഡി സാറിനെ വിളിച്ച് ബായി ആരാം കരോ. പിന്നെ ഒരു സിന്ദൂറും ഇല്ല. മനസ്സിലാകുന്നവർക്കായി. ഇതാ ഇവിടുത്തെ ചാനലുകാർ പറഞ്ഞത്. ട്രംപ് 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് വെടി ഞാൻ നിർത്താമെന്ന്. ഈ അവിടെ പാകിസ്ഥാനിൽ പോയ വിമാനത്തെ വിളിച്ചിറക്കി. അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ ആണവായുധം അതിനകത്തിരിപ്പുണ്ട്. അതിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. അതിനുപയോഗിച്ചത് ഹെരോദ ഡ്രോൺ. അത്തിതളർത്തു കൊമ്പിളതായി. കണ്ണൂർ എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ട്. പണ്ട് യെല്ലോ മാംഗോ പൈനാപ്പിൾ അലർട്ട് വന്നാൽ പലപ്പോഴും വിമാനമില്ല. തിരുവനന്തപുരത്തേക്കും ട്രിച്ചിക്കും കോയമ്പത്തൂരിനും. ഇപ്പം അതാണോ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൻ്റെ റൺവേകളും ഇന്ന് നിയന്ത്രിക്കുന്ന ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ. അതിൻ്റെ പേര് പെഗാസസ്. അവന്മാരാ ഇന്ന് റൺവേയുടെ. നാലാമത്തെ കാര്യം അമ്മമാർ കേട്ടാട്ടെ. ATM കാർഡിൽ നിന്ന് പൈസ എടുക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ ATM മലപ്പുറത്താണ്. ബോംബെ പോയാലും കാശ് കിട്ടും. അത് ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ്. ബോംബെതാണ് അത് ചെയ്തേക്കുന്നത്. ഇസ്രയേൽ അതിൻ്റെ ടെക്നോളജി. അതിനാസ്പദമായി ഇസ്രയേലിനകത്ത് പീസൂരിയാൽ നമുക്ക് ATM നിന്ന് കാശ് കിട്ടത്തില്ലെന്ന്. സന്തോഷമില്ലല്ലോ അമ്മാമ്മയെ. ബാക്കി കൂടെ കേട്ടോ. നാട്ടുകാർ കേൾക്കണം. അത്തി തളർത്തു കൊമ്പുള്ളതായി. ഇൻഡിഗോയുടെ വിമാനം 4000 സർവീസാണ് ഇൻഡിഗോ ഇന്ത്യയിൽ നടത്തുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ എവിടെ? ഇന്നാൾ ഇൻഡിഗോയുടെ വിമാനം മുടങ്ങിയപ്പോൾ ഇൻഡിഗോയുടെ CEO ആൾക്കാർ ചോദിച്ചു ഇസ്രയേലിലെ സോഫ്റ്റ്വെയർ കട്ടായെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ എന്തുവെന്നറിയാമോ? ഇസ്രയേലിലെ സോഫ്റ്റ്വെയർ അല്ല, ഞങ്ങളുടെ പൈലറ്റുമാരുടെ പ്രശ്നം കൊണ്ടാണ് 4000 വിമാനം ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ കൂടെ ക്രമം തെറ്റാതെ ഇൻഡിഗോയുടെ സർവീസ് നടത്തുന്നത് ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയർ. അത് കഴിഞ്ഞിട്ട്
മിഡിൽ ഈസ്റ്റ്, എമിറേറ്റ്സ്, ഗൾഫ് എയർ, ഇത്തിഹാദ്, അത് കഴിഞ്ഞ് എയർ അറേബ്യ, മുഴുവൻ ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയർ. അവൻ ഒന്ന് ഊരിയ എല്ലാ പ്ലെയിനും കടന്ന് കരയുമെന്ന്. ബാക്കി പണ്ട് ഇവിടുന്ന് ഇസ്രായേലിലേക്ക് പോകാൻ എങ്ങനെ പോകുന്നത്? ഇപ്പം കേട്ടോണം, ഈ തലമുറ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ അവൻ കരയുന്ന കാലവും പറയും. എന്താ പറഞ്ഞുതരാം, പണ്ട് നിങ്ങൾ ജോർദാനിലോ അല്ലെങ്കിൽ ഈജിപ്തിലോ ഇറങ്ങിയിട്ട് വേണം ഇസ്രയേലിനകത്ത് കിടക്കാൻ. ഇന്ന് കരിപ്പൂരി എമിറേറ്റ്സിൽ കയറിയ ദുബായ് ഇറങ്ങി ഒരു ചായയും കുടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിന് ആ പ്ലെയിൻ എടുക്കും. 1 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിൽ ഇറങ്ങും. കരമുയർത്തുന്നവർക്കായി ഇത്തിഹാദും ഇറങ്ങും, എയർ ഇന്ത്യ ഇറങ്ങും, ഫ്ലൈ ദുബായ് ഇറങ്ങും. ബാക്കി നിങ്ങളുടെ ഗൾഫിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം. 2019 കോവിഡ് നടക്കുമ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനകത്ത് 6 കാലുള്ള പതാകയെ ഉയർത്തിക്കൊണ്ട് ഇസ്രയേൽ പറഞ്ഞു, ഞങ്ങളുടെ എംബസി തുറന്നു. കരമുയർത്തുന്നവർക്കായി അച്ചായ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകുന്നു. കരമുയർത്തുന്നവർക്കായി നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം യേശു പറഞ്ഞു. അത്തി തളിർത്തു കൊമ്പിളതായി. ഇന്ന് രാത്രി സാജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ അബുദാബിയുടെ എയർപോർട്ടിൽ ഇസ്രായേലിന്റെ ആൾഡോ എമിറേറ്റ്സും ഇത്യാദും പറക്കുന്നെങ്കിൽ, ബഹറിനകത്ത് ദുബായ്ക്കകത്ത് ഇന്നും ഇസ്രായേലിന്റെ കൊടി പറക്കുന്നെങ്കിൽ, ഞങ്ങൾ പറഞ്ഞ പ്രവചനം നിവർത്തി. അത്തി തളിർത്തു കൊമ്പിളതായി. വേനലടുത്തു 3ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവസാന ഭാഗത്തിലേക്ക് എന്താ അതിൻ്റെ പ്രത്യേകത? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പാത ഒരുങ്ങുന്നു, ചൈനയുടെ സിൽക്ക് പാത. അതിനാസ്പദമായി അട്ടട്ടാർ ഡാം തുർക്കി പണിയുന്നു. ഏതാ പറ്റുന്നത്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. വെളിപ്പാട് 16-12 അവസാന ഭാഗം. വെളിപ്പാട് പുസ്തകം 16-12 കുഞ്ഞു വായിച്ചാട്ടെ. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു. എല്ലാ ദൈവമക്കളും ഇതെടുത്താട്ട് യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. ഈ ചൈനയുടെ സിൽക്ക് പാത വഴി വരുന്ന ആൾക്കാർക്ക് വഴിയൊരുക്കാൻ അത് പറ്റിപ്പോയി. വായിച്ചാട്ടെ. കിഴക്ക് നിന്ന് വായിച്ചാട്ടെ. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. കരമുയർത്തുന്നവർക്കായി അന്തിമ യുദ്ധത്തിന് വരുന്നവർക്ക് വഴിയൊരുക്കുവാൻ. ഇന്ന് രാത്രി ഇതൊക്കെ തുണ്ട് മുറിക്കാതെ വീട്ടിൽ ചെന്ന് മൊബൈലൊന്ന് അടിക്കണം. പ്രസന്റ് സിറ്റുവേഷൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അവിടെ ദാണ്ട് പോത്തുകല്ലിലെ ചാലിയാർപ്പുഴ പറ്റിയോല പറ്റിക്കിടക്കുക, കല്ല് തെളിഞ്ഞു കിടക്കുക. തുർക്കി ഒരു അട്ടട്ടാർ ഡാം പണിയുന്നു, തടഞ്ഞു നിർത്തുന്നു. അങ്ങനെയെങ്കിൽ ചൈനയുടെ സിൽക്ക് പാത, ഇന്ത്യ, കാരക്കോണം ഹൈവേ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഉടനെ കൊറിയ, ഉത്തര റഷ്യ, ഇവിടുന്നൊക്കെ വരുന്നവർ ഈ പാതയിൽ കൂടെ കടന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. അതാ ചൈനയുടെ സിൽക്ക് പാത. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. അങ്ങനെയെങ്കിൽ ഒരു നിഴൽ പറഞ്ഞു, ഒരു വരളം പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിക്കാം. ഈ പാത പറ്റുന്നെങ്കിൽ പഴയ നിയമത്തിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി അറിയാം? മോശ ഇസ്രായേൽ പാളയത്തിനകത്ത് സ്വർഗത്തിൻ്റെ കരമിറങ്ങി. അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ട അമ്മാമ്മയെ. മോശയാൽ പെസകായിൽ ആയിരക്കണക്കിന് ആട്ടുംകുട്ടികളെ അറുത്തു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ചു. എന്ത് സംഭവിച്ചു? മോശയാൽ അവർ കടന്നു വന്നു. ആഴമേറിയ ചെങ്കടലിനകത്ത് മോശ വടി നീട്ടി. അന്ന് രാത്രി മുഴുവൻ ദൈവം ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു. കരമുയരുന്നില്ലല്ലോ. ഇസ്രായേൽ ജനം മറുകര കടന്നെങ്കിൽ അതൊരു നിഴലെങ്കിൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഇസ്രയേലിനെ ആക്രമിക്കുക ചൈനയുടെ സിൽക്ക് പാത വഴി ഇതിലേക്ക് കടക്കുമെന്നറിയ യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി യെറൂശലേമിലേക്ക് പോകുന്ന ഒരു കാലം വരാറായി. ആ പാതയിൽ കൂടി പട്ടാളക്കാരും ഒരു കൂട്ടം യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം പോയതുപോലെ പുതിയ നിയമ ഇസ്രായേലായ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ഇനി വരുവാനുള്ളവൻ വരും കാലമേറെയില്ല. അന്നാളിൽ ജെറുസലേമിനെ ഞാനൊരു ഭാരമുള്ള കല്ലാക്ക്. സകല ജാതികളും യെരൂശലേമിനെതിരെ കൂടി വരും. അതിനെ ചുമന്നക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ മുറിവ് ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മടങ്ങി വരാറാ. നിലമ്പൂരെ വീട്ടിക്കുന്ന് സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ കരമുയരുന്നില്ലല്ലോ. ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. Lord Jesus, precious woman, the mighty presence of Holy Spirit. 2 മിനിറ്റ് കൂടെ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ മരണം കാണാതെ എങ്ങനെ എടുക്കപ്പെടും?
2 മിനിറ്റ് കൂടെ കടമെടുക്കുക, സമയം അവസാനിക്കുമെങ്കിലും ആ കാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചെങ്കടൽ വന്നപ്പോൾ ഒരു ഓർമ്മ വന്ന്. അങ്ങനെയെങ്കിൽ മോശ വടി നീട്ടി ചെങ്കടലിൽ കൂടി അവർ കടന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ മരണം കാണാതെ എങ്ങനെ മധ്യാകാശത്തിൽ പോകും? അതിനാസ്പദമായി ഇന്നത്തെ പ്രളയം, ഇന്നത്തെ കാറ്റ്, 5ാമതൊരു മേഘം വരുന്നു. നാളെ ചിലപ്പോൾ സമയം കിട്ടിയില്ലല്ലോ, ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. വായിക്കാം സങ്കീർത്തനം 104, 3, 4 മനസ്സിലാകുന്നവർക്കായി. സയൻസാ കുഞ്ഞുങ്ങളെല്ലാം നോട്ട് ചെയ്താട്ട്. ടിക്കറ്റ് ഇന്നലെ ഇന്ന് മോൻ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ഇന്നൂടെങ്കിലും രക്ഷയുടെ ടിക്കറ്റ് വാങ്ങിച്ചോണം, മനസ്സിലാകുന്നവർക്കായി. സങ്കീർത്തനം 104, 3, 4. പാസ്റ്റർ ഇത് 2 മിനിറ്റ് കൊണ്ട് നിർത്താം, പാട്ടും പാടാം, കുഴപ്പമില്ല. നല്ല അന്തരീക്ഷം. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അടുത്തത് കാറ്റ് തന്റെ ദൂതന്മാരും. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും. മക്കളെ, അപ്പൊ മേഘങ്ങളെ തേരാക്കി കാറ്റ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, 5ാമതൊരു മേഘം വരുന്നു. എല്ലാവരും കേട്ടാട്ടെ. മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടും, ഏലിയാവ് പോയതുപോലെ. ഒറ്റ കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം, 5 മിനിറ്റ് കൂടി. ഇപ്പോൾ പാട്ട് പാടാൻ പോവാ, ബാക്കി നാളെ രാത്രി. എന്താ പറയുന്നതെന്നറിയാവോ? എങ്ങനായി കാറ്റ്, മേഘം, മഴ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോണം. ഇന്ന് നമ്മുടെ മഴ പെയ്യുന്നത് എങ്ങനെ? ഭൂമി, സൂര്യൻ 15 കോടി കിലോമീറ്റർ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം. കുറേ നാളായി ഞാൻ സയൻസ് പ്രസംഗിച്ചിട്ട്. സൂര്യൻ്റെ താപം സമുദ്രത്തിൽ വരും, ആ സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് കട്ടപിടിക്കും, മേഘം ഘനീഭവിച്ചാൽ മഴ പെയ്യുന്നത്. ഇനി 4 മേഘങ്ങളെ പറ്റി സയൻസിനറിയാം. കൊച്ചി കുസാറ്റിലേക്ക് ഇപ്പോൾ പോവുക, ഈ ത്രേകം കൂടെ കാണിച്ച് നിർത്താം, കർത്താവ് വരുമെന്നുള്ളത്. 1ാമത്തെ മേഘം നിംബസ്, കാർമേഘം. 2ാമത്തെ മേഘമാ മിന്നലുള്ള മേഘം, ആട്ടോ നിംബസ്. 3ാമത്തെ മേഘമാ സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൻ്റെ പേരാ. ആ സ്റ്റാറ്റസ് കാണുമ്പോൾ നിലമ്പൂരിൽ ഒരു വാക്കെഴുതും, ചാറ്റൽ മഴ ഉണ്ടാകും, റബ്ബർ ഷീറ്റ് പുറത്തിട്ടേക്കരുത്, ശോശാമാമയുടെ ചുരിദാറും പുറത്തിട്ടേക്കരുത്. സന്തോഷമില്ലല്ലോ. ജില്ലാ വാർത്ത, ചാറ്റൽ മഴ, സ്വത്രം. 4ാമത്തെ മേഘത്തിൻ്റെ പേരാ പ്ലാന്റോസ്. എഴുതുമോളെ സയൻസ്, ഇതൊക്കെ വല്ലപ്പോഴും കിട്ടൂ. അത് നിലമ്പൂരിൽ പോയിട്ട് മാവേ കല്ലെറിയാൻ ഇതൊക്കെ പഠിച്ചാൽ നല്ലതാണ്, നിങ്ങൾക്കും പ്രസംഗിക്കാം, സ്വത്രം. അല്ല, ഇനി 21ാം നൂറ്റാണ്ട് ഇവിടെ ഇസ്രായേലുമായിട്ട് അടിയൊളിക്കുമ്പോൾ അബ്രഹാം മലയിൽ പോയത് പറഞ്ഞുകൊണ്ടിരുന്ന നിലമ്പൂർ വല്ലൂരും കേൾക്കുമോ, പാശ താഴെ ഇറങ്ങാൻ പറയും, മനസ്സിലാക്കുന്നവർക്കായി. ഇന്ന് നമ്മുടെ പെന്തിക്കോസി അവറാച്ച മലയിൽ പോയത് പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വത്രം. അവറാച്ചാനും ഇറങ്ങി വന്നിട്ട് മക്കൾ കൂട്ടയടി നടത്തി, കർത്താവും വരാറായി, ഇപ്പോഴും മലയിൽ നിൽക്കുക നമ്മൾ, കേട്ടോ. 4ാമത്തെ മേഘത്തിൻ്റെ പേരാ പ്ലാന്റോസ്. പ്ലാന്റോസ് കാണുമ്പോൾ എന്താ പറയുന്നത്? ഇടിയും മിന്നലും. നിലമ്പൂരിൽ വഴിക്കടവിൽ യാത്ര ഒഴിവാക്കുക, വഴിക്കടവ് വഴി ചുരം സുൽത്താൻ ബത്തേരി വഴി പോകാതിരിക്കുക. കരം ഉയരുന്നില്ലല്ലോ, എവിടെ കേൾക്കാനാ സ്വത്രം? അത് കണ്ടിട്ട് ശാസ്ത്രജ്ഞൻ്റെ മനസ്സല്ല. 4ാമത്തെ മേഘ പ്ലാന്റോസ്, ഇടിയും മിന്നലും. ഇത് കാണുമ്പോൾ 4ാമത്തെ മേഘം കാണുമ്പോൾ അലർട്ട്, യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. സന്തോഷമില്ലല്ലോ സ്വത്രം? ഇതാച്ചായ നോകയുടെ കാലം. പിന്നെ നിലമ്പൂർക്കാർ കേൾക്കട്ടെ, ഇടിയും മിന്നലും എങ്ങനെ ഉണ്ടാകുന്നു, ഇതുകൂടെ കേട്ടോണ്ട് എഴുതാക്കാവും. 2 മേഘങ്ങളുണ്ട്, 1 സീറസ്, 2 പ്ലാന്റോസ്. ഇവർ തങ്ങളെ അത്രയും സ്നേഹമല്ല, മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ അവറാച്ചായ മരിച്ചുപോയി നിലമ്പൂർ. 2 മക്കളായിരുന്നു, ജെയ്സണും ജോസും. അപ്പം കഴിഞ്ഞ് 40 പാട്ട് കുർബാന കഴിഞ്ഞപ്പം പിള്ളേർ കയ്യാലയ്ക്ക് അടി തുടങ്ങി. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, എന്തയ്യോ അപ്പൻ കുറച്ച് അടിച്ച് മാറ്റി ഇപ്പോൾ കയ്യാലയ്ക്ക് അടിയെന്ന്. സ്വത്രം. ഇതുപോലെ ഈ 2 മേഘങ്ങൾ ശരിയല്ല. യവന്മാർ കൂട്ടിയിടിക്കും. ഈ കൂട്ടിയിടിക്കുന്നത് വായുമണ്ഡലം പഴുക്കും. 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡാ ചൂട്. ആ വായുമണ്ഡലം പഴുക്കുന്നത് ആ മിന്നൽ. സന്തോഷമില്ലല്ലോ അമ്മമ്മ? അല്ലാതെ ദേവന്മാർ ഗതയെടുത്ത് ആകാശത്ത് അടിക്കുന്നതല്ല മിന്നൽ, സ്വത്രം. 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മിന്നലടിക്കും, അതിൻ്റെ പുറകെ ഇടി. അപ്പോൾ അത് ഇടിയും മിന്നലും ഉണ്ടാക്കുന്ന ദേവന്മാർ ഗതയടിക്കുന്നതല്ല, വായുമണ്ഡലം പഴുക്കുന്നതാണ്. എങ്ങനെയെങ്കിലും 10,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മിന്നൽ, അതിൻ്റെ പുറകെ ഇടിയും വരും. അപ്പം നമ്മുടെ ദൈവം ആര്? സന്തോഷമില്ലല്ലോ. ഇടിയും മിന്നലും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ ദൈവത്തിന് പിന്നെ പള്ളിയിൽ 5,000 രൂപയുടെ ചോട്ടാപടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സന്തോഷമില്ലല്ലോ, സ്വത്രം. കര ഉയരുന്നില്ലല്ലോ, കോസുകാരെ ആരെയും കര ഉയരുന്നില്ലല്ലോ, സ്വത്രം. ഇതൊക്കെ പഠിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബയിലെ തിരുമേനി, ഓർത്തഡോക്സിലെ തിരുമേനി എല്ലാം പറഞ്ഞത്, ദയവ് ചെയ്ത് പടക്കം പൊട്ടിച്ച് ഞങ്ങൾക്ക് ചങ്കുവേദന ഉണ്ടാക്കരുതെന്ന്. സന്തോഷമില്ലല്ലോ. സെൻറ്റ് പോൾസ് മിഷൻ്റെ കൺവെൻഷനകത്ത് ഞാൻ സയൻസ് പ്രസംഗിച്ചു. അപ്പോൾ പാത്രിക്കീസിലൊരു മെത്രാപ്പോലീത്ത പറഞ്ഞ് ലാസ്റ്റ് എഴുന്നേറ്റിട്ട്, എൻ്റെ സാറേ ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ്, തിരുമേനി വെടിയെങ്ങാണ് പൊട്ടിക്കഴിഞ്ഞാൽ തിരുമേനിയുടെ കുപ്പായത്തിൽ പിടിക്കുമെന്ന്. സ്വത്രം. ലാസ്റ്റ് ആശീർവാദം പറഞ്ഞു, മേലാ നമ്മുടെ പള്ളിയിൽ വെടി പൊട്ടിച്ചേക്കരുതെന്ന്. സ്വത്രം. എന്നിട്ട് ഞാൻ പറഞ്ഞു,
ഏതാ നമ്മുടെ കർത്താവ് പ്രസാദിക്കുന്ന വെടി? ഈ വെടിയിലൊന്നും കർത്താവ് പ്രസാദിക്കത്തില്ല അമ്മാമേ. പണ്ടൊരുത്തൻ കാട്ടി കരമടിച്ചു, മനസ്സിലാകുന്നവർക്കായി. അവൻ്റെ കരമടിയിൽ പ്രസാദിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവ. 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട് നീ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രസാദിക്കുക ദാവീദിൻ്റെ കരമടിയിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. ചുമ്മാതെ കതിനാവെടി വെട്ടിച്ച് പുണ്യവാളനെ ഓടിക്കാതെ ദൈവം ആത്മാവാകുന്നു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. വചനം കേട്ടാട്ടെ. 5ാമത്തെ മേഘം. മോനെ ലൈവ് ക്ലിയർ ആയിട്ട് കൊടുത്താണ്. നിലമ്പൂർ അത്ര ഗുണമുള്ള സ്ഥലമല്ല. നാളെ എല്ലാം കാവാലം പറയുന്നുള്ള ഒരു മരുന്നും കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ദാണ്ട് 5ാമത്തെ മേഘം, കനത്ത മഴ. ദാ കിടക്കുന്ന 5ാമത്തെ മേഘം. ഇതിൻ്റെ പേര് ക്യൂമിനോ നിംബസ്. പണ്ട് ഞാൻ പ്രസംഗിച്ചത് കളമശ്ശേരി മേഘവിസ്ഫോടനം, കുസാറ്റ്. സജു ചാത്തന്നൂരല്ല. കനത്ത മഴ, വേഗമേറിയ കാറ്റ്, വില്ലൻ ക്യൂമിനോ നിംബസ്. ആ നിംബസിൻ്റെ പേര് 5ാമത് മേഘം. മേഘങ്ങളെ തേരാക്കി. അങ്ങനെ ആകാശത്തിൽ നിന്ന് ഒരു മേഘം ഇറങ്ങി വരുന്നു. പ്ലെയിൻ ഒറ്റയടിക്ക് ലാൻഡ് ചെയ്യല മാത്യു പാസ്. ആ മേഘത്തിന്റെ പേര് ഓക്സിജൻ ചേംബർ. തൻ്റെ ഭക്തന്മാരെ സ്വർഗീയ നാട്ടിൽ കൊണ്ടുപോകുക. മേഘത്തട്ടിൽ അവൻ ഇറങ്ങി വരാൻ കാലമായി. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാച്ചായ, മേഘവും കാറ്റും ഈ 5ാമത്തെ മേഘം ഇറങ്ങുമ്പോഴേ കാറ്റടിക്കുന്നത്. അതിനാസ്പദമായി ആരാ ഓക്സിജൻ ചേംബർ ഉണ്ടാക്കിയത്? പെരിന്തൽമണ്ണ MES ആണോ? ആസ്റ്റർ മെഡിസിറ്റിക്കാരനാണോ? കോഴിക്കോട് BMH ആണോ? അമ്മ എന്ന് കേട്ടോണ്ട് പോണോ? പണ്ടൊരു അച്ചായനുണ്ട്, ഉപദേശി യോന. സന്തോഷമില്ലല്ലോ. ആദ്യം ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. കടക്കരെ ചെന്നപ്പോൾ അവൻ ടൂറിസ്റ്റായി. മനസ്സിലാക്കുന്നവർക്ക് സന്തോഷമില്ല. സ്വോത്രം. ഞങ്ങളുടെ ഉപദേശിമാർ പ്ലെയിനുക്കുള്ള വെളിനാട്ട് ഊളിയത്തേക്ക് പോകും. ഇങ്ങ പോകുമ്പോൾ അരുമയാണ് ഊളിയക്കാർ. പ്ലെയിനുക്കുള്ള കയറിയ പ്രവാചകർ തിളകറക്ക. ബാക്കി നാളെ പറയാം, വിഷമിക്കേണ്ട. കുഞ്ഞമ്മാമയൊക്കെ കേൾക്കണം. ബാക്കി ഇന്ന് ഞാൻ കടുപ്പിക്കുന്നില്ല. ഇന്ന് ചെറിയ മെസ്സേജിൽ കൊടുക്കുന്നുള്ളൂ. അതുപോലെ യോന എന്തോ ഇത് എവിടെ കയറിയെന്നറിയാം? കപ്പലിൽ കയറി. അവന് പോണ്ടിയത് നിലവയാ, തർശീശിലേക്ക് കയറി. ഗുണമില്ലാത്തവ ഏത് കപ്പലിൽ കയറിയാലും കുലുങ്ങും. IPC കയറിയാലും കുലുങ്ങും, AG കയറിയാലും കുലുങ്ങും, എവിടെ കയറിയാലും കുലുങ്ങും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. എല്ലാം കൂടെ ചീട്ടിട്ട് യോനായി എടുത്ത് താഴെ ഇട്ട്. ഇതാ നമ്മുടെ സർവശക്തൻ്റെ സ്നേഹം. യോനായ അന്നേരെ തീർക്കായിരുന്നു. അവനെ എന്ത് ചെയ്തു? 1-ാം ദിവസം ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കയറ്റി 24 മണിക്കൂർ. 2-ാം ദിവസം 48 മണിക്കൂർ അയ്യം വിളിച്ചു. 3-ാം ദിവസം 72-ാം മണിക്കൂർ കടലിൻ്റെ പുറത്തുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയതാരാ? കരം ഉയരുന്നില്ലല്ലോ. മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഓക്സിജൻ്റെ ചേംബർ വെച്ച BMH അല്ല, MES അല്ല. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് സർക്കാർ ആശുപത്രിയല്ലോ. മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് അവൻ നിൽക്കണമെങ്കിൽ അതിനകത്ത് ശ്വാസം വേണം. ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവം. ഇതാ സ്നേഹം. ഒരു ഉപദേശി നശിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കുന്നില്ല. സ്വോത്രം. അയ്യം വിളിച്ച ഉപദേശിയെ കൊണ്ട് തട്ടിയതാ. ഇതാ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നിത്യസ്നേഹ. അതുകൊണ്ട് ആ ബൈബിൾ പറയുന്ന അവസാനം, ആരും നശിച്ചു പോകാതെ ഏവരും നിത്യജീവൻ പ്രാപിപ്പാ തൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തിലേക്ക് അയച്ചവൻ. ലോകത്തെ സ്നേഹിച്ചെങ്കിൽ ഈ 5ാമത്തെ കാറ്റിൻ്റെ കൂടെ ഇതാണ്ട് ഇന്നും അടിച്ചു നിലമ്പൂരിൽ. ഞാൻ മുറ്റത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂർ അടിച്ച് കാറ്റ്. കാറ്റിനകത്ത് ഒരു അച്ചായം പോയി. സന്തോഷമില്ലല്ലോ. ഏതാ അച്ചായൻ? ബാക്കിയൂടെ കേട്ടാട്ട്. ഏലിയാവ് ഏലീശ യോർദാൻ്റെ കര ചെന്നു. കര ഉയരുന്നില്ലല്ലോ. അപ്പോൾ ഏലിയാവ് ഇന്ന് പോവും. ഏലീശയുടെ അടുത്ത് സ്വർഗം ചോദിച്ചു, എന്താ വേണം? ഞങ്ങൾ പറഞ്ഞതിന് നിലമ്പൂർ നോർത്ത് സെൻറ്റർ, സൗത്ത് സെൻറ്റർ ബൈബിൾ കോളേജും വേണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഏലീശ പറഞ്ഞു, ഒരു 400 പേരെ സ്നാനപ്പെടുത്തണം, കുറേ വേല. ആ സമയത്ത് യോർദാൻ്റെ അക്കര കയറി. ഏലിയാവ് എങ്ങനെ പോയി അമ്മാമ്മേ? അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും. അവൻ ഏതിനകത്താ എടുത്തിട്ട്? ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ടു. കരമുയർത്തുന്നവർക്കായി എമിറേറ്റ്സും വേണ്ട, എയർ ഇന്ത്യയും വേണ്ട. അങ്ങനെയെങ്കിൽ തൻ്റെ ഭക്തന്മാരെ ചേർക്കുക. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്. മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടാറായി. 5ാമത്തെ വേഗം വരാറായി. ക്യൂമിനോ നിംബസ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവദാസനാണ് ഞാൻ വെള്ളം കുടിക്കാതെ പ്രസംഗിക്കുക. പോസ്റ്റ് വരുന്ന ആളെ നിലമ്പൂക്കാരൻ പോസ്റ്റ് ഇടും. മരുന്ന് ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കല. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ചൈനയുടെ സിൽക്ക് പാത വഴി ഇസ്രായേൽ ജനത്തെ ലോക രാജ്യങ്ങൾ, ജാതികൾ അവനെ തകർക്കാൻ ചെല്ലുന്ന ഒരു അന്തിമയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച തൻ്റെ സഭയെ ചേർക്കുക. ആയിരക്കണക്കിന് കാറ്റുകളും ദൂതന്മാരുമായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. നിലമ്പൂരേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ബാക്കി നാളെ രാത്രി ഒരു കാര്യവും കൂടെ പറയാം. എന്താ? പ്രസംഗം എത്ര കേട്ടാലും നമുക്ക് സന്തോഷം. അമേരിക്കയിൽ ഒരുവനുണ്ടായിരുന്നു, ആൻഡ്രൂ ജാക്സൺ. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ്. ചെറുപ്പക്കാർ കേട്ടാട്ടെ. ജോർജ് വിൽസൺ, ഒരു പയ്യൻ, 5 പേരെ കുത്തിക്കൊന്നു, 2 പേരെ കുത്തിക്കൊന്നു. അമേരിക്കൻ ഫെഡറൽ കോടതി അവന് വിളിച്ചതാ. എന്താ കൊടുത്തതെന്നറിയാമോ? ഇന്നലെ പ്ലാറ്റ്ഫോം പറഞ്ഞുകൊണ്ട് ഇത് പറയോ. എന്താ? അവന് മരണശിക്ഷ. അവൻ്റെ അപ്പനും അമ്മയും കോടതി ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, അവനൊരു കൊച്ചു പയ്യനാ, 30, രക്തത്തിളപ്പില്ല. അയ്യോ,
അവന് മരണച്ചിട്ട്. അപ്പോൾ ആരാണ്ട് പറഞ്ഞ് ആൻഡ്രൂ ജാക്സണെ ചെന്ന് കണ്ടാൽ മതി. അപ്പോൾ അദ്ദേഹം അടുത്ത് ചെന്നു. അപ്പനും അമ്മേ, സാർ ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ, 2 കുഞ്ഞുങ്ങളെ കൊന്നതാ, പക്ഷേ ഒരു വിടുതൽ തരുമോ? അദ്ദേഹം പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യണം, 3 പേപ്പറിൽ ഒപ്പിടണം. 1 ആൻഡ്രൂ ജാക്സൺ, ജോർജ് വിൽസൺ, 2 ജയിൽ സൂപ്രണ്ട്, 3 അതിനുശേഷം വാർഡൻ. ഇവരൊപ്പിട്ട് തരണം അവന് നല്ല നടപ്പെന്ന്. വൈറ്റ് ഹൗസിൽ നിന്ന് പേപ്പർ കിട്ടി, എല്ലാവരും കേൾക്കണം. അവരോടി സൂപ്രണ്ടിൻ്റെ അടുത്ത് നിന്ന്, സാറേ കോടതി തള്ളിയെങ്കിലും ആൻഡ്രൂ ജാക്സൺ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു വഴി തുറന്നു. കേൾക്കോ, 3 പേപ്പറാണ് കയ്യിലിരുന്ന്. ആദ്യത്തെ പേപ്പർ സൂപ്രണ്ട് മേശപ്പുറത്ത് വെച്ചു, വാർഡൻ ഒപ്പിട്ടു. അദ്ദേഹം പറഞ്ഞു പയ്യൻ്റെ ഇത് ഒപ്പ് മേടിച്ചുകൊണ്ട് ഞാനിവിടെ തരാം. വൈറ്റ് ഹൗസിൽ കൊണ്ടു കൊടുത്ത റിലീസ് പേപ്പറാണ്. ഇവരവിടെ ചെന്ന് വിളിച്ചു. ജയിലിൻ്റെ കാരാഗ്രഹത്തിനകത്ത് ജോർജ് വിൽസൺ ഇങ്ങനെ നിൽക്കുക, മോനെ മോനെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടോ അമ്മച്ചി. അപ്പനും അമ്മയും കൂടെ ആ പേപ്പർ അവൻ്റെ കൊടുത്തു. അവൻ വായിച്ചു, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പേപ്പറാ. അവൻ വലിച്ചു കീറിക്കളഞ്ഞു. അപ്പനും അമ്മയും നിലവിളിച്ചു. സൂപ്രണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, അവൻ്റെ അവസാന ചാൻസും നഷ്ടപ്പെട്ടു. കരമുയർത്തുന്നവർക്കായി, കാര്യം മനസ്സിലാകുന്നവർക്കായി. ആ പേപ്പറിനകത്ത് ആൻഡ്രൂ ജാക്സൺ കൊടുത്ത പേപ്പറിൽ ഈ പയ്യൻ ഒപ്പിട്ട് സൂപ്രണ്ടോട് ഒപ്പിട്ടെങ്കിൽ അവന് ഒരു റിലീസ് ഉണ്ടായിരുന്നു. സ്വോത്രം. ഇന്ന് രാത്രി അനവധി അവസരങ്ങൾ, രക്ഷയുടെ ടിക്കറ്റ് നിന്റെ കരങ്ങളിൽ കിട്ടിയിട്ട് അത് വലിച്ചു കീറിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പെട്ടുപോ. അമേരിക്കയുടെ ചരിത്രത്തിൽ ജോർജ് വിൽസണെ തൂക്കിക്കൊന്നു കളഞ്ഞു. ഇന്ന് രാത്രി അനവധി അവസരങ്ങൾ കിട്ടിയിട്ട് രക്ഷകനെ കണ്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ, ലോകത്തിൻ്റെ മോഹമത്തിനകത്ത് കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് ഇന്ന് രാത്രി സീരിയലും കണ്ട് പോസ്റ്റ് വിട്ടിരിക്കുന്ന സഹോദര, വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ കരമുയരുന്നില്ലല്ലോ. പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേൻ. കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായ കർത്താവിൻ്റെ വചനത്തിലേക്ക് അടുത്തു വരിക. ബാക്കി നാളെ രാത്രി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടടുത്ത് ചുങ്കത്തറ മർത്തോമ്പള്ളി ഉണ്ട്, ഇവിടുത്തെ മർത്തോമ്പക്കാരുണ്ട്. കേട്ടോണം, ഒറ്റ സാക്ഷ്യം പറയാം. സൗകര്യമാർ ഇത് നോട്ട് ചെയ്തോണം, നിങ്ങൾക്ക് വേണ്ടിയാ. ബാക്കി നാളെ എന്താ സംഭവം എന്നറിയാമോ? ഞങ്ങളുടെ ചാത്തന്നൂരിൽ പ്രസംഗിക്കുന്ന നല്ലൊരു അച്ഛനുണ്ട്, ഷാജി തോമസ് അച്ഛൻ. എല്ലാവരും കേട്ടോട്ടെ, മർത്തോമക്കാർക്ക് വേണ്ടിയാ. അദ്ദേഹം 2024 കുവൈറ്റിൽ പോയി. 2024 4 ദിവസത്തെ ഇടവകത്തിൻ്റെ വ്യാഴം വെള്ളി ശനി. അമ്മമാരെല്ലാം കേട്ടോണം. അപ്പോൾ പള്ളിയോട് വരുന്ന മിഷൻ കൗൺസിൽ ഉച്ചയ്ക്കാരെങ്കിലും കൊണ്ടുപോകും. അതിനുശേഷം വൈകിട്ട് പ്രസംഗമാണ്. ശനിയാഴ്ച യോഗം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി, ഒരു കുഞ്ഞു മോൻ, ഇതായിരിക്കും നമ്മുടെ മോൻ്റെ കണക്ക്. അവർ വന്ന് അച്ഛനോട് പറഞ്ഞ് നാളെ പകൽ ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു വീടാ, വന്ന് ആഹാരം കഴിക്കും. അയ്യോ, അച്ഛൻ പറഞ്ഞു വേറെ ഇടത്ത് ഏറ്റുമക്കളെ, ഞാൻ തിങ്കളാഴ്ച പോകും. നല്ല അച്ഛനാ. അപ്പം പറഞ്ഞു വൈകിട്ട് വേണേ വന്നൊന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം അവിടെ ചെന്നു. ഇവർ കൊണ്ടുപോയി ഒരു കൊച്ചു വീട്. സിനി പള്ളി പാടുന്ന പെങ്കൊച്ചു സെൻട്രൽ സ്കൂൾ ടീച്ചർ. അത് കഴിഞ്ഞതിന് ശേഷം ചെറുപ്പക്കാരൻ, ഒരു മോൻ. അവർ ചായ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ലാസ്റ്റിൽ അവൾ ഒരു CD കൊടുത്തു. സൗകര്യമാർ ശ്രദ്ധിച്ചാട്ടെ, അമ്മമാരെല്ലാം കേട്ടാട്ടെ, അമ്മച്ചി കേട്ടാട്ടെ. ആ CD-ക്കകത്ത് 2 ഫോട്ടോ. കൈക്കകത്ത് ട്രിപ്പ് കയറുന്നു, ഒന്ന് മൈക്ക് പിടിച്ചിരിക്കുന്നു, അടിയിലൊരു പോസ്റ്റ്, നാദാ നീ തന്ന സൗഖ്യം 10 പാട്ട്. അച്ഛൻ്റെ ചങ്ക് കത്തിപ്പോയി. എന്താ മോളെ പ്രശ്നം? അവൾ പറഞ്ഞ, അച്ഛാ ഇതൊരു ഭയങ്കര സാക്ഷ്യം, മർത്തമാക്കാർ കേൾക്കട്ടെ. എന്താ സാക്ഷ്യം എന്നറിയാമോ? എനിക്ക് 3 വർഷം പിറകിൽ ക്യാൻസർ ആയിരുന്നു, നാവിന് തടിപ്പായിരുന്നു, ഇവിടെ രക്ഷയിൽ അബ്ബാസിയെയും മങ്കാബും പർവാനിയെ എല്ലാം തള്ളി. അവസാനം ആരോ പറഞ്ഞു നാട്ടിലേക്ക് പോകാൻ. വീട്ടുകാരെ ബന്ധപ്പെട്ടു. കേട്ടോ മാമേ, രാത്രി 8 മണിക്ക് കുവൈറ്റ് എയർവേസിൽ കയറി. 1:30 മണിക്ക് തിരുവനന്തപുരം, 2:30 മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂം എടുത്തു. രാവിലെ 7:30 ആശുപത്രിയിൽ ചെന്നു. OP ടിക്കറ്റ് എല്ലാം വീട്ടുകാരുണ്ടായിട്ട് ശരിയാക്കി. ലേഡി ഡോക്ടർ മുൻപിലോട്ട് ചെന്നു. അവിടുത്തെ കുവൈറ്റിലെ റിപ്പോർട്ടെല്ലാം നോക്കി. അടുത്ത റൂമിൽ താണ്ട നമ്മുടെ മോനെ പോലുള്ളൊരു കുഞ്ഞിനെ അടുത്ത റൂമിൽ ഏൽപ്പിച്ചിട്ട് അവർ വന്നിരിക്കുന്നത്. ചെറുപ്പക്കാർ മുമ്പ് ഇരുന്നപ്പോൾ സൺഡേ സ്കൂളിനകത്ത് പാട്ട് പാടുന്ന പള്ളിയിലെ കൊയർ ലീഡർ സിനിയോട് ഡോക്ടർ പറഞ്ഞൊരു വാക്ക് സ്പ്രെഡായിപ്പോയി, മോളെ നാവ് മുറിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. മനസ്സിലാകുന്നവർക്കായി മമേ സന്തോഷമില്ലല്ലോ. 34 വയസ്സുള്ള പെൺകുട്ടിയുടെ നേർക്ക് RCCയിലെ ലേഡി ഡോക്ടർ പറഞ്ഞു നാവ് മുറിച്ചാൽ രക്ഷപ്പെടാം. ഭർത്താവും അവളും കരയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് സമയം വൈകി, നാളെ വരണം, MRI എടുക്കണം, ബയോപ്സി എടുക്കണം, പൈസകളെല്ലാം കിട്ടിയിട്ട് പോകാൻ പറഞ്ഞു. അവർ നേരെ പൈസകൾ കിട്ടി. വീട്ടുകാരുമായിട്ട് ചേർന്ന് പോയി റൂം എടുത്തു. അവിടെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ റൂമിൽ നിന്ന് അവൾ ആ ഭർത്താവിൻ്റെ കൈ കരം കൊടുത്തിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ രോഗം അങ്ങയ്ക്കറിയാം, പക്ഷേ എനിക്ക് ആയുസല്ല, ഒരിക്കൽ കൂടി പള്ളി പാടാൻ കൃപ തരണം. കരമുയരുന്നില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ കൃപ തരണം. അവൾ ദൈവത്തോട് നിലവിളിച്ചു. പിറ്റേന്ന് രാവിലെ പോയി ടെസ്റ്റ് എടുത്തു, നല്ല ടെസ്റ്റുകൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 8 ദിവസം കഴിഞ്ഞ് ബയോപ്സിയുടെ റിസൾട്ട് കിട്ടത്തോളൂ, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം, പനി വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ മൊബൈൽ നമ്പർ കൊടുത്ത് കാഷ്വാലിറ്റി കാണിക്കണം RCC. അവൾ പോയി, അവൾക്കൊരു പനിയും വന്നില്ല. എല്ലാ മക്കളും കേട്ടാട്ടെ എന്താ സംഭവിച്ചത്. 8ാം ദിവസം നല്ലൊരു തിങ്കളാഴ്ച RCCയിൽ OP, ഭയങ്കര OP. അവൾ പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തു. ജൂനിയർ ഡോക്ടർ നിങ്ങളുടെ അക്ഷയെന്ന് പ്രിൻ്റ് എടുക്കുന്ന റിപ്പോർട്ട് എടുത്തു. ആ ചെറുപ്പക്കാരുടെ മുഖത്തൊരു ചെറിയ സന്തോഷം. അവൻ പറഞ്ഞു കിളിവാതിൽ കൂടെ ഡോക്ടർ കൊടുത്ത് അകത്തിയല്ല, അവർ മറ്റൊരു സമുദായത്തിലൊരു ഡോക്ടറായിരുന്നു, ഹിന്ദു മാർഗത്തിൽ. ആ റിപ്പോർട്ട് കണ്ടിട്ട് അവരിങ്ങനെ പറഞ്ഞു, ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. കരമുയർത്തുന്നവർക്കായി ഇന്ന്
രാത്രി ബാക്കി കേട്ടാട്ടെ. ക്യാൻസർ മാറിയില്ല. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നാവ് തൽക്കാലം മുറിക്കണ്ട, 2 ഇത്ര കീമോയും റേഡിയേഷനും എടുത്ത് വന്നും പോയി നിന്നാൽ മതി. അവൾ അത് ഏറ്റു. 2 വർഷം അമ്മാമ്മയെ സിനി കുവൈറ്റിൽ നിന്ന് പോയി വന്ന് റേഡിയേഷൻ എടുത്തു, കീമോ എടുത്തു, ക്യാൻസർ സൗഖ്യമായി. അവൾ എഴുതിയ പാട്ട നാദ നീ തന്ന സൗഖ്യം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുന്ന ദൈവത്തെ ഈ രാത്രി സ്തുതിക്കുന്ന നിർത്താൻ പോകുന്നു. മധ്യപാസ് എഴുന്നേറ്റ്, ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടു കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. കപ്പൽ റോയ്, കപ്പൽ ജോയി. സന്തോഷമില്ലല്ലോ? മാധ്യപാസും സന്തോഷമില്ല. സ്വോത്രം. നല്ല വയനാട്ടിൽ നല്ല വീട്, ചിക്കനും ബദാമും. സ്വോത്രം. ഗതി കെട്ടിട്ട് അവനും ചാടി. സന്തോഷമില്ലല്ലോ? കോസുകാരെല്ലാം കേട്ടോട്ടെ, കത്തോലിക്കരും കേട്ടോ. 2ാമത് മുത്തൂറ്റ് രായിച്ചാൻ ഡൽഹി ഡേവൾസുമായിട്ട് ക്രിക്കറ്റ് കളിക്ക് വാതുവപ്പാൻ പോയി. ഇസബേലിനെ തള്ളിയിട്ടോൾ ഒറ്റ വീഴ്ച. കാരണം ഉയരുന്നില്ലല്ലോ അച്ചായ. അടുത്തത് കോൺഫിഡൻ്റ് റോയി, 36ാമത്തെ വയസ്സിൽ നല്ല വിമാനവും കാറും എല്ലാം, 16 റോൾസ് റോയ്സ്. ആവശ്യമില്ലാത്ത പണിക്ക് പോയി. ക്രിസ്ത്യാനി, മാമോദീസ വെള്ളം വീണവൻ. ബിഗ് ബോസ്. സന്തോഷമില്ലല്ലോ? ബിഗ് ബോസ്. കത്തോലിക്ക സഭയിൽ ഒരു അച്ഛൻ പുള്ളിയോട് പറഞ്ഞ്, നിന്റെ ചീട്ട് കർത്താവ് കീറുമെന്ന്. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി. 56 വയസ്സ്, കോടീശ്വരൻ, കോൺഫിഡൻറ്റ്. അവൻ്റെ കോൺഫിഡൻ്റ് ഇല്ല. കീടിയം കുറ്റം പറയണ്ട. നെഞ്ചത്ത് തോക്കെടുത്ത് വെടിവെച്ചു. ബാക്കി സമുദായത്തെ ഞാൻ തൊടത്തില്ല. ഇന്ന് രാത്രി റോയി പോയി, മുത്തൂറ്റ് രാജൻ പോയി, കപ്പൽ ജോയി പോയി. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും അവൻ മരണത്തോടു കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി നിലമ്പൂർ ടൗണിൽ ഞങ്ങൾക്കൊരുറപ്പ്, കപ്പക്കാലെ മരിക്കാം, കവലെ മരിക്കാം, ക്യാൻസറിനകത്ത് മരിക്കാം, ട്യൂമറിനകത്ത് മരിക്കാം, സ്റ്റേജിൽ ആരാധിക്കുമ്പോൾ മരിക്കാം. ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ മാടി വിളിക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. കാൽവറിയിൽ കൂടിയുള്ള സൗജന്യ രക്ഷ പ്രാപിച്ചവരെ ചേർക്കുവാൻ